ലെൻസസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നല്ല വ്യക്തമായി പഠിച്ചു അല്ലേ. ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ ഇന്ന് നമ്മൾ ലെൻസ് എന്ന ചാപ്റ്ററും ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഇതുവരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള സകല ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒന്ന് ചെയ്ത് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കണം. കാരണം ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് അവിടുത്തെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത് ഇത് കണ്ടുപിടിക്കുക. അതുപോലെ ഇതിനെ നമുക്ക് ഈ ഫോർമുല റീഅറേഞ്ച് ചെയ്യുക. ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ റിയൽ ഇമേജ്, വെർച്വൽ ഇമേജ്, അല്ലെങ്കിൽ ഒരു ഇമേജിനെ പറ്റി പറയുമ്പോൾ അത് ഏത് ലെൻസ് ഉൽപ്പാദിപ്പിക്കുന്നതാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഇവിടെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ആദ്യം നമുക്ക് അതെല്ലാം ഒന്ന് ഓടിച്ച് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ഈ ചോദ്യങ്ങളും ചെയ്യാം. അപ്പോൾ റെഡിയല്ലേ നിങ്ങൾ? അപ്പോൾ റെഡി ആണെങ്കിൽ എല്ലാവരും ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ A+ വാങ്ങണം, ഫുൾ A+ വാങ്ങണം, അല്ലെങ്കിൽ ഫിസിക്സിന് A+ വാങ്ങണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള നിങ്ങളുടെ ഒരു കൂട്ടുകാരനോട് എന്ത് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടങ്ങാമല്ലോ നമുക്ക്. ആദ്യം ലെൻസസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്തിനെ പറ്റിയാണ്, ടൈപ്സ് ഓഫ് ലെൻസസിനെ പറ്റിയാണ്. ഇതറിയാത്തൊരു കുട്ടി ഉണ്ടാവണമെന്നില്ല അല്ലേ, ഉണ്ടാവണമെന്ന് ഇല്ലെന്ന് പറയാനും പറ്റത്തില്ല അല്ലേ. ചിലർക്ക് ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും ചാപ്റ്റർ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു നടക്കുന്നത്. അപ്പോൾ ലെൻസുകൾ രണ്ട് തരത്തിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് കോൺവെക്സ് ലെൻസ്, നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഇവനെ പറ്റിയാണ്. രണ്ടാമത് വരുന്നതാണ് എന്ത്, കോൺകേവ് ലെൻസ്. ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, ലൈറ്റിനെ റിഫ്രാക്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ് എന്ത്, ലെൻസ് എന്ന് പറയുന്നത്. രണ്ട് തരം ലെൻസാണുള്ളത്, കോൺവെക്സും കോൺകേവും. എന്താ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ കർവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലിരിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. അപ്പോൾ മുന്നേ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നു, ഒരിക്കലും ഇത്രയും വലിപ്പത്തിൽ വരയ്ക്കരുത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വലിപ്പം കൊടുത്തത്. നിങ്ങൾ വളരെ ഒരു ചെറിയ ഒരു ബെൻഡ് കൊടുത്തുള്ളൊരു സർഫസ് മാത്രമേ ഇമേജ് ഫോർമേഷൻ വരയ്ക്കുമ്പോൾ ചെയ്യാവൂ. കോൺകേവ് ലെൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇതാ ഇങ്ങനെ അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന, കേവ് എന്ന് വെച്ചാൽ ഗുഹയാകുമ്പോൾ അകത്തോട്ടല്ലേ ഇങ്ങനെയല്ലേ വളഞ്ഞിരിക്കുന്നത്. അപ്പോൾ അകത്തേക്ക് വളഞ്ഞിരുന്നാൽ അത് കോൺകേവ്, പുറത്തേക്ക് വളഞ്ഞ കോൺവെക്സ്. കോൺവെക്സ് ലെൻസുകളെ തന്നെ നമ്മൾ എന്തെന്ന് പറയും, നമ്മളതിനെ കൺവേർജിങ് ലെൻസ് എന്നും പറയും. എന്ത് പറയും? കൺവേർജിങ്. എന്തുകൊണ്ടാണ് കൺവേർജിങ് എന്ന് പറയുന്നത്? ഈ ലെൻസിലേക്ക് ലൈറ്റ് റേസ് വന്നു കഴിഞ്ഞാൽ എന്താ ലൈറ്റ് റേസ് സംഭവിക്കുന്നത്, ഈ പറയുന്ന ലെൻസിലേക്ക് ലൈറ്റ് റേസ് വന്നു കഴിഞ്ഞാൽ ആ ലൈറ്റ് റേസിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു രീതിയാണ് ഈ ലെൻസ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്, കൺവേർജിങ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ കോൺകേവ് ലെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഇത് ഡൈവേർജിങ് ലെൻസ് ആണ്. ഇതെല്ലാം 1 മാർക്ക് 2 മാർക്കിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. അതുകൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നത്. അപ്പോൾ ലൈറ്റ് റേസ് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ലൈറ്റ് റേസിനെ ദൂരേക്ക് പറഞ്ഞു വിടുന്നു, ഡൈവേർജ് ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എന്ത് വിളിക്കുന്നത്, ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിക്കും. അപ്പോൾ ലെൻസുകൾ രണ്ട് തരം, കോൺവെക്സ്, കോൺകേവ്. കോൺവെക്സിനെ വിളിക്കുന്ന മറ്റൊരു പേര് കൺവേർജിങ്, കോൺകേവിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഡൈവേർജിങ്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ, എല്ലാവർക്കും ഉറപ്പാണല്ലോ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാമല്ലോ. അപ്പോൾ ലെൻസുകൾ രണ്ട് തരത്തിലുള്ളതെന്ന് മനസ്സിലായി. അടുത്ത് ലെൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ രണ്ട് ലെൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ലെൻസിനെല്ലാം എന്തുണ്ടാവും, ഒരു സെൻറ്റർ പാർട്ട് ഉണ്ടാവും അല്ലേ. ആ ഉള്ള സെൻട്രൽ പാർട്ടിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒപ്റ്റിക് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾക്കറിയാമല്ലോ, ഈ ലെൻസുകളെ നമ്മൾ മറ്റൊരു പേര് കൂടെ പറയും. എന്താണത്? സ്പെറിക്കൽ ലെൻസസ് എന്ന് പറയും. കാരണം ലെൻസുകൾ ഉണ്ടായിട്ടുള്ളത് രണ്ട് കർവ്ഡ് സർഫസിൽ നിന്ന് ആണ് അല്ലേ. ഇതൊരു സർക്കിളായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക, ഇത് മറ്റൊരു സർക്കിളായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ഈ രണ്ട് സർക്കിളുകൾക്കിടയിലായിട്ട് വന്നത് ഈ ഒരു ഭാഗം നോക്കി, ഇതെന്താണ്, ഇതൊരു കോൺവെക്സ് ലെൻസാണ്. ഇതെന്താണ്, ഇതൊരു കോൺവെക്സ് ലെൻസാണ്. മറ്റൊരു സർക്കിൾ സങ്കല്പിച്ച്, അതുപോലെ മറ്റൊരു സർക്കിൾ സങ്കല്പിച്ച്. ഈ രണ്ട് സർക്കിളുകൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനിടയിലായിട്ട് കാണുന്നത് ഈ ഒരു ഭാഗം, ഇതെന്താണ്, ഇതൊരു കോൺകേവ് ലെൻസാണ്. അപ്പോൾ ലെൻസുകൾക്ക് ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ടാകും അല്ലെ. ലെൻസുകൾ ഏതെടുത്താലും അതിനൊരു സെൻറ്റർ പോയിന്റ് ഉണ്ടാകും. ഈ സെൻറ്റർ പോയിന്റ് വിളിക്കുന്ന പേരാണ് എന്ത്, ഒപ്റ്റിക് സെൻറ്റർ. ഈ സെൻറ്റർ പോയിന്റ് വിളിക്കുന്ന പേരാണ് എന്ത്, ഒപ്റ്റിക് സെൻറ്റർ. അപ്പോൾ ഒപ്റ്റിക് സെൻറ്റർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി സർക്കിളിൽ നിന്നുണ്ടായത് കൊണ്ട് തന്നെ ഈ സർക്കിളിന് ഒരു മിഡ് പോയിന്റ് ഉണ്ടാവും അല്ലേ. ഈ സർക്കിളുകൾക്ക് ഒരു മിഡ് പോയിന്റ് ഉണ്ടാവും. ആ മിഡ് പോയിന്റാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. C1 എന്ന് വിളിക്കാം, ഇവനെ C2 എന്ന് വിളിക്കാം, എങ്കിൽ ഇവനെയും C1 എന്നും ഇവനെ C2 എന്ന് വിളിക്കാം. ഒപ്റ്റിക് സെൻറ്ററിനെ നമ്മൾ O എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിനെ ഈ ഒപ്റ്റിക് സെൻറ്ററിനെയും കൂടെ ചേർത്ത് വരയ്ക്കുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഈ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഒപ്റ്റിക് ആക്സിസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, ഒപ്റ്റിക് ആക്സിസ് എന്ന് വിളിക്കും. ഒന്നും കൂടെ, സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും ഒപ്റ്റിക് സെൻറ്ററിനെയും ചേർത്ത് വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണെന്ത്, ഒപ്റ്റിക് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ
ഈ ഒരു ലെൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിയാൽ ഇത്രയും ഭാഗം മാത്രമല്ലേടാ ലൈറ്റിനെ എന്ത് ചെയ്യത്തുള്ളൂ, കടത്തിവിടത്തുള്ളൂ, അല്ലെങ്കിൽ അതല്ലേ ഒരു ലെൻസിന്റെ ഭാഗം എന്ന് പറയുന്നത്. ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്, അപ്പർച്ചർ. എന്താണ്, ഒരു പി അല്ലേ ഉള്ളൂ, അപ്പർച്ചർ എന്ന് വിളിക്കുന്നു. അപ്പർച്ചർ എന്ന് വിളിക്കുന്നു. ഇത്രയും കാര്യം സെറ്റ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? അടുത്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാളെയും കൂടി നോക്കണ്ടേ. ആരാണ് ആ ആള്? ആ ആളുടെ പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. എന്താണ്, പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് ഇമ്പോർട്ടൻറ്റ്. കാരണം പ്രിൻസിപ്പൽ ഫോക്കസ് നമ്മൾ രണ്ട് രീതിയിലാണ് പറയുന്നത് അല്ലേ. പ്രിൻസിപ്പൽ ഫോക്കസ് ഫോർ എന്താണ്, കോൺവെക്സും സെപ്പറേറ്റ് ആണ്. അതുപോലെ പ്രിൻസിപ്പൽ ഫോക്കസ് ഫോർ കോൺകേവും സെപ്പറേറ്റ് ആണ്. ഞാൻ എഴുതുന്ന പോലെ നിങ്ങൾ ഒരു റഫ് പേപ്പർ എടുത്ത് ഇങ്ങനെ എൻ്റെ ഒപ്പം എഴുതി പോയാൽ ഈ വീഡിയോ കണ്ട് തീരുമ്പോൾ തന്നെ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയും. കോൺവെക്സിലോട്ട് വരാം. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഒരു ഷേപ്പിൽ ഇരിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. അതിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ് എന്ത്, ഒപ്റ്റിക് സെൻറ്റർ. ഇപ്പുറത്ത് എന്തുണ്ടാവും, സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും. എന്തുണ്ടാവും, സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും. സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും ഒപ്റ്റിക് സെൻറ്ററിനെയും ചേർത്ത് വരയ്ക്കുന്ന ലൈനാണ് എന്താ, ഒപ്റ്റിക് ആക്സിസ്. അപ്പോൾ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരുന്ന ഒരു റേ റിഫ്രാക്ഷൻ ശേഷം കടന്നു പോകുന്നത് ഒരൊറ്റ പോയിന്റിലായിരിക്കും. ഈ പോയിന്റാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി ഏത് ഭാഗത്തൂടെ റേ വന്നാലും അത് കടന്നു പോകുന്നത് ഈ പോയിന്റിൽ കൂടെ തന്നെ ആയിരിക്കും. ഈ പോയിന്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒപ്റ്റിക് സെന്റർ. എങ്കിൽ ഒപ്റ്റിക് സെന്ററും പ്രിൻസിപ്പൽ ഫോക്കസും തമ്മിലുള്ള ഈ ദൂരം ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കും. ഇതൊരു കൺവേർജിങ് ലെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡൈവേർജിങ് ലെൻസിന്റെ കേസ് നോക്കാം. ഡൈവേർജിങ് ലെൻസ് ആണല്ലോ നമ്മുടെ കോൺകേവ് ലെൻസ്. അപ്പോൾ കോൺകേവ് ലെൻസിന്റെ നടക്കത്തെ പോയിന്റ് നമ്മൾ എന്ത് തന്നെയാണ് വിളിക്കുന്നത്, ഒപ്റ്റിക് സെന്റർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതിന്റെ ഇപ്പുറത്തും എന്തുണ്ട്, ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. അതിന്റെ ഈ വശത്തും എന്തുണ്ട്, ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ഇത് രണ്ടിനെയും ചേർത്ത് വരയ്ക്കുന്ന ലൈനിനെയും നമ്മൾ എന്ത് വിളിക്കും, ഒപ്റ്റിക് ആക്സിസ് എന്ന് വിളിക്കും. എങ്കിൽ ഇവിടെ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യും, ആഫ്റ്റർ റിഫ്രാക്ഷൻ ഡൈവേർജ് ചെയ്താണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഡൈവേർജ് ചെയ്ത് പോകുന്ന റേസിനെ നമ്മൾ പുറകിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തട്ടുന്നൊരു പോയിന്റ് ഉണ്ട്. ഇതാണ് ഫോക്കസ്. അപ്പോൾ ഇവിടെ ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രിൻസിപ്പൽ ഫോക്കസ് ഒപ്റ്റിക് സെന്റർ വരെയുള്ള ദൂരത്തിന് എന്ത് വിളിക്കും, ഇവിടെയും അതിന് എന്ത് തന്നെയാണ് വിളിക്കുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ കോൺവെക്സ് കോൺകേവ് ലെൻസുകളിൽ പ്രിൻസിപ്പൽ ഫോക്കസിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടെയായിട്ട് നമുക്ക് കിട്ടും. കോൺകേവിന്റെ ആണെങ്കിൽ ഇവിടെയായിട്ട് കിട്ടും. അവിടെ നിന്നാണ് വ്യത്യാസം. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിന് നമുക്ക് എന്ത് വിളിക്കാം, നമുക്കതിനെ റിയൽ ഫോക്കസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, റിയൽ ഫോക്കസ് എന്ന് വിളിക്കാം. കാരണം ആക്ച്വലി റേസ് വന്ന് മീറ്റ് ചെയ്യല്ലേ. എന്നാൽ കോൺകേവിന്റെ കാര്യത്തിൽ നമ്മളതിനെ എന്താണ് വിളിക്കുന്നത്, നമ്മളതിനെ വെർച്വൽ ഫോക്കസ് എന്നാണ് വിളിക്കുന്നത്. ഇതാണ് വിളിക്കുന്നത്, വെർച്വൽ ഫോക്കസ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്, കാരണം ഇവിടെ അപ്പിയേഴ്സ് ടു ബി മീറ്റിംഗ് ആണ് അല്ലേ. ഇവിടെ എന്താണ്, അപ്പിയേഴ്സ് ടു ബി മീറ്റിംഗ്. യഥാർത്ഥത്തിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല, നമുക്ക് തോന്നുന്നതാണ് അവിടെ നിന്ന് ആ ലൈറ്റ് റേസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ വിശദമായി നമ്മൾ നമ്മുടെ ക്ലാസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യവും വളരെ സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് വരും. ഇപ്പോഴത്തെ പുതിയ ചോദ്യ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളെ കുഴപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ തന്ന് നമ്മുടെ സമയം നശിപ്പിക്കുക എന്നുള്ളതാണ് ചോദ്യ പേപ്പർ ഉണ്ടാക്കുന്ന ആളുടെ പ്രധാന ലക്ഷ്യം ഇപ്പോൾ. അപ്പോൾ അതിന് നമ്മൾ അവസരം കൊടുക്കരുത്. നമ്മൾ സ്റ്റേറ്റ്മെന്റുകൾ വ്യക്തമായി മനസ്സിലാക്കി തന്നെ പഠിക്കണം. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ കത്തും. അപ്പോൾ റിയൽ ഫോക്കസ്, വെർച്വൽ ഫോക്കസ്. അപ്പോൾ നോക്കിയേ, ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഫോക്കൽ ലെങ്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ മനസ്സിലാക്കിയോ, നിങ്ങൾ ഇപ്പോൾ ഈ ടോപ്പിക് ഇവിടെ പറയേണ്ടതല്ലെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ ഓർത്ത് വെച്ചോ, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസിൽ. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും എന്തിൽ, കോൺവെക്സ് ലെൻസിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ കോൺകേവ് ലെൻസിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇത് വലതുവശത്താണ്, ഇടതുവശത്താണ്. അല്ലെങ്കിൽ ലൈറ്റ് റേ പോകുന്ന ഡയറക്ഷൻ ആയതുകൊണ്ട് പോസിറ്റീവ്, ലൈറ്റ് റേ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് എന്ന് പഠിച്ചു. കിട്ടിക്കഴിഞ്ഞല്ലോ. അടുത്തലോട്ട് പോകാമല്ലോ, സമയം കളയണ്ട. ടൈപ്സ് ഓഫ് ഇമേജസ്. ഇമേജുകൾ രണ്ട് തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്, റിയൽ ഇമേജും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, വെർച്വൽ ഇമേജും ഉണ്ട്. എത്ര തരം ഇമേജുകളുണ്ട്, രണ്ട് തരം. റിയൽ ഇമേജും ഉണ്ട്, വെർച്വൽ ഇമേജും ഉണ്ട്. എന്താണ് റിയൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈറ്റ് റേസ് ആക്ച്വലി വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇമേജുകളാണ് റിയൽ ഇമേജ്. എന്നാൽ ലൈറ്റ് റേസ് എങ്ങോട്ടെങ്കിലും പോകും, നമ്മൾ അതിനെ പിറകിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് പുറകിലേക്ക് നമ്മളത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ കിട്ടുന്ന ഇമേജാണ് എന്തെന്ന് പറയുന്നത്, വെർച്വൽ ഇമേജ് എന്ന് പറയും. അപ്പോൾ ലൈൻസ് നേരെ മീറ്റ് ചെയ്താൽ റിയൽ, അല്ലെങ്കിൽ വെർച്വൽ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക,
റിയൽ ഇമേജുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, അത് ഇൻവേർട്ടഡ് ആയിരിക്കും. അതെന്തായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. വെർച്വൽ ഇമേജുകൾ എപ്പോഴും എന്തായിരിക്കും, അത് ഇറക്റ്റ് ആയിരിക്കും. എന്തായിരിക്കും, അത് ഇറക്റ്റ് ആയിരിക്കും. അപ്പോൾ ടൈപ്സ് ഓഫ് ഇമേജസിനകത്ത് റിയൽ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻവേർട്ടഡ് ആയിരിക്കും. വെർച്വൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഇറക്റ്റ്. ഞാൻ വരച്ചേക്കുന്നത് ശ്രദ്ധിച്ചു, ഇങ്ങനെ തലകുത്തനെ കിട്ടുന്ന ഇമേജുകൾ നിങ്ങൾ ഡയഗ്രത്തിൽ പഠിച്ചതെല്ലാം റിയൽ. എന്നാൽ ഇങ്ങനെ നേരെ കിട്ടുന്ന ഇമേജുകൾ രണ്ട് സ്ഥലത്തേ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ഇവിടെ ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ചു. വെർച്വൽ ഇമേജുകൾ 2 തരത്തിലേ നമുക്ക് പഠിക്കാനുള്ളൂ. വെർച്വൽ ഇമേജുകൾ 2 തരത്തിലേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ഏതൊക്കെയാണ് വെർച്വൽ ഇമേജുകൾ? 2 തരത്തിലേ പഠിക്കാനുള്ളൂ. ഒന്ന് ഇറക്റ്റും മാഗ്നിഫൈഡും. ഇറക്റ്റും മാഗ്നിഫൈഡും, അതായത് നേരെ നിൽക്കുന്ന വലിയ ഇമേജും. മറ്റൊന്ന് ഇറക്റ്റും ഡിമിനിഷ്ഡും. ഇറക്റ്റും ഡിമിനിഷ്ഡും, നേരെ നിൽക്കുന്നതും ചെറുതും. ഓർത്തു വെച്ചോ, ഇറക്റ്റും മാഗ്നിഫൈഡ് ഇമേജ് ഉണ്ടാക്കുന്ന ആരാണ്? അതെപ്പോഴും കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്നതാണ്. ഇറക്റ്റും ഡിമിനിഷ്ഡും ഉണ്ടാക്കുന്ന ആരാണ്? കോൺകേവ് ആണ്. ഏതാണ്? കോൺകേവ് ആണ്. ബാക്കി നമ്മൾ പഠിച്ച എല്ലാ ഇമേജും എന്ത് ഇമേജാണ്? റിയൽ ഇമേജുകളാണ്. ഇത് എവിടെ ആവശ്യം വരും എന്ന് വെച്ചാൽ പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് എ ലെൻസ് ഫോംസ് ആൻ ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ്, വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ഇറ്റ്? അങ്ങനത്തെ ഒരു ചോദ്യം വന്നിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം, ഇറക്റ്റ് ഇമേജ് ആണെങ്കിൽ അത് വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജിന്റെ 2 പടയെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് ഒബ്ജക്റ്റ് ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിലിരിക്കുന്ന കേസും, പിന്നെ ഒന്ന് കോൺകേവ് ലെൻസിൽ എവിടെ വെച്ചാലും കിട്ടുന്നത് അങ്ങനത്തെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറക്റ്റും മാഗ്നിഫൈഡും വലിയ ഇമേജും അതുപോലെ ഇറക്റ്റും ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ഉത്പാദിപ്പിക്കും. ഇറക്റ്റും ഡിമിനിഷ്ഡും ആണെങ്കിൽ അത് കോൺകേവ് ലെൻസ് ഉപയോഗിക്കും. എവിടെ എഴുതി വെച്ച് തന്നെ പഠിച്ചു വെച്ചോ, യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. ഇനി റിയൽ ഇമേജുകൾ എപ്പോഴും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. അത് ഇൻവേർട്ടഡ് ആയിരിക്കും. അത് വേണമെങ്കിൽ ഡിമിനിഷ്ഡ് ആകാം, സെയിം സൈസ് ആകാം, അതുപോലെ തന്നെ എന്തായിരിക്കാം, മാഗ്നിഫൈഡ് വേണമെങ്കിലും ആകാം. പക്ഷേ ഇറക്റ്റിന്റെ കാര്യത്തിൽ ഒറ്റ കേസുകൾ, ഒന്നുകിൽ മാഗ്നിഫൈഡ് അല്ലെങ്കിൽ ഡിമിനിഷ്ഡ്. മാഗ്നിഫൈഡ് ആണെങ്കിൽ അത് കോൺവെക്സ്, ഡിമിനിഷ്ഡ് ആണെങ്കിൽ അത് കോൺകേവ്. ഓക്കെ ആണല്ലോ. അടുത്തതിലോട്ട് പോകും. റേ ഡയഗ്രാം. റേ ഡയഗ്രാം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ അളവുകൾ എപ്പോഴും കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഡയഗ്രാമത്തിലെ ഒബ്ജക്റ്റ് എവിടെ വയ്ക്കും, ഇമേജ് എവിടെ വയ്ക്കുമെന്ന് പഠിച്ചാൽ പോലും വരച്ച് കാണിക്കാൻ പറ്റണമെന്നില്ല. ഒരു റേ ഡയഗ്രാം വരയ്ക്കാൻ എന്തായാലും നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അതിന് ഒപ്റ്റിക് സെൻറ്റർ ഒന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലും താഴെയും 2 ഡോട്ട് ഇട്ടിട്ട് ചെറിയ എനിക്ക് ഈ പറയുന്ന പെൻ ടാബ്ലറ്റ് വെച്ച് വരയ്ക്കുമ്പോൾ എനിക്ക് അത്ര കിട്ടത്തില്ല, എങ്കിലും വളരെ ചെറിയ തിന്നായിട്ടുള്ള ഒരു ലെൻസ് മാത്രമേ വരയ്ക്കാവൂ. ഒരിക്കലും തിക്കായിട്ടുള്ള ലെൻസ് വരയ്ക്കുക. എന്നിട്ട് ഈ ഒപ്റ്റിക് സെൻറ്റർ പോയിന്റിൽ നിന്നും ഒരു 2 സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അടുത്ത ഒപ്റ്റിക് സെൻറ്ററിൽ 4 സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഇത് മതിയാകും നിങ്ങൾക്ക്. എന്നിട്ട് ഇതിനെ എഫ് എന്ന് വിളിക്കുക, ഇവനെ എഫ് എന്ന് വിളിക്കുക, ഇവനെ എന്ത് വിളിക്കുക? 2F എന്ന് വിളിക്കുക, ഇവനെയും 2F എന്ന് വിളിക്കുക. ഓക്കെ. ഈ ഒരു ഓർഡറിലായിരിക്കണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് കേസസ് ഓരോന്നായിട്ട് വരയ്ക്കുക. ഞാൻ ഓരോന്നായിട്ട് വരച്ച് കാണിച്ചില്ല. ഫസ്റ്റ് കേസ്, ഒബ്ജക്റ്റ് എവിടെ വയ്ക്കുകയാണ്? ഇൻഫിനിറ്റിയിൽ ഇരിക്കുകയാണ്. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ഇരിക്കുകയാണെങ്കിൽ വരുന്ന ലൈറ്റ് റേസ് എന്തായിരിക്കും? നമ്മുടെ മിററിന് പാരലായിരിക്കും. റേ ഡയഗ്രാം ഉണ്ടാവാൻ മിനിമം എത്ര റേസ് വേണം നമുക്ക്? 2 റേസ് ആണ് ആവശ്യം. ഈ 2 റേസും ഒപ്റ്റിക് ആക്സിന് പാരലായതുകൊണ്ട് തന്നെ കടന്നു പോകുന്ന ഏത് വഴിയായിരിക്കും? ഫോക്കസിലൂടെ ആയിരിക്കും. ഇമേജ് ഉണ്ടാവുന്നത് എവിടെയായിരിക്കും? ഫോക്കസിലായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് കിട്ടുന്നത് എവിടെയായിരിക്കും? ഫോക്കസിലായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് കിട്ടുന്നത് എവിടെയായിരിക്കും? ഫോക്കസിലായിരിക്കും. അതെന്തായിരിക്കും? അത് റിയൽ ആയിരിക്കും, അത് ഇൻവേർട്ടഡ് ആയിരിക്കും, അത് ഡിമിനിഷ്ഡ് ആയിരിക്കും. രണ്ടാമത്തെ കേസ് എവിടെയാണ്? ഒബ്ജക്റ്റ് ബിയോണ്ട് 2F ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഒബ്ജക്റ്റ് എവിടെയാണ്? ബിയോണ്ട് 2F. 2Fന് തൊട്ട് മുമ്പ്. അപ്പോൾ നിങ്ങൾ ബിയോണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് 2Fൻ്റെ ഇപ്പുറത്ത് വന്നേ? കാരണം നമ്മൾ എല്ലാ മെഷർമെൻറ്റും എടുത്തത് എവിടെ നിന്നാണ്? ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണ്. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നേ മെഷർമെൻറ്റ് എടുക്കാവൂ, വലത്തോട്ടും ഇടത്തോട്ടും. അപ്പോൾ ബിയോണ്ട് എന്ന് പറയുമ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് നോക്കുമ്പോൾ 2F കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഇമേജ് ഒരു റേ വരുന്നു, നേരെ വരുന്നു. അറിയാലോ, നേരെ വരുന്ന റേസ് എപ്പോഴും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ ലൈനിൻ്റെ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ചില കുട്ടികൾ ചെയ്യുന്നൊരു തെറ്റുണ്ട്, അത് CBSEക്കാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. റേ ഇങ്ങനെ വന്നിട്ട് നടുക്ക് നിന്ന് ബെൻഡ് ചെയ്യിപ്പിക്കുക. ഓക്കെ, നടുക്ക് നിന്ന് ബെൻഡ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ബെൻഡ് ചെയ്യിപ്പിക്കുക. അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇവിടുന്ന് ചെറിയൊരു ബെൻഡ് തുടങ്ങുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഫോക്കസിലൂടെ കടന്നു പോകും, ഇതുവഴി കടന്നു പോവും, ഫോക്കസിലൂടെ കടത്തു പോകും. അടുത്ത റേ എന്ത് ചെയ്യും? നമുക്ക് വേണമെങ്കിൽ ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടത്തി വിടാം. ഓക്കെ, രണ്ടാമത്തെ റേ അതുവഴി പോവും, ഈ ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകും. ഓക്കെ, ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് എവിടെ ഇമേജ് കിട്ടും? എന്താ കണ്ടോ? ബിറ്റ്വീൻ F ആൻഡ് 2F ഒരു ഇമേജ് കിട്ടും. അപ്പോൾ ഒബ്ജക്റ്റ് ബിയോണ്ട് 2F നമ്മൾ വരയ്ക്കുമ്പോൾ
നമുക്ക് ഇമേജ് എവിടെ കിട്ടും? ബിറ്റ്വീൻ എഫ് ആൻഡ് 2f കിട്ടും. ഓക്കെ, എന്ത് ഇമേജ് ആയിരിക്കും? ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ്, പക്ഷേ ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിയൽ, അതുപോലെ തന്നെ എന്താണ് ഇൻവേർട്ടഡ്, പക്ഷേ എന്തായിരിക്കും? അത് ഡിമിനിഷ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ പോലെ തന്നെയാണ് ഇവിടെയും, പക്ഷേ ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും ഇവിടെ എക്സ്ട്രീംലി ഡിമിനിഷ്ഡ്, അല്ലെങ്കിൽ പോയിന്റ് ഒബ്ജക്റ്റ് ഇമേജ് എന്നും പറയും. ഇവിടെ കുറച്ചുകൂടി വലുതായിരിക്കും. ഇത് ബിയോണ്ട് 2f. അപ്പോൾ അടുത്ത കേസ് ഏതായിരിക്കും? ബിയോണ്ട് 2f കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ് 2f അല്ലേ? അറ്റ് 2f എന്ന് വെച്ചാൽ 2f ആരിയിരിക്കുന്നത്? ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ 2f ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ എന്തായിരിക്കും? ഇത് ഈ 2fൻ്റെ കേസൊക്കെയാണ് നമുക്ക് വരയ്ക്കുമ്പോൾ കിട്ടാനായിട്ട് വലിയ പാടാണ്. ഓക്കെ, കാരണം കറക്റ്റ് നമുക്ക് കൊണ്ടെത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ മാക്സിമം നിങ്ങൾ വരയ്ക്കുന്ന റേസ് അപ് ടു സ്കെയിൽ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇതാ ഇവിടെ കണ്ടോ, ഏതാണ്ട് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. കണ്ടോ, ഏതാണ്ട് കിട്ടുന്നുണ്ട് അല്ലേ? എവിടെ വരുന്നത്? 2f തന്നെയായിരിക്കും വരുന്നത്. എവിടെയായിരിക്കും വരുന്നത്? 2f തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ 2f ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് ഇവിടെ തന്നെ ആയിരിക്കും 2f. അപ്പോൾ അറ്റ് 2f കേസ് വരുമ്പോൾ, ഒബ്ജക്റ്റ് അറ്റ് 2f വരുമ്പോൾ ഇമേജ് എവിടെയായിരിക്കും? 2f ആയിരിക്കും. ഇത് നന്നായിട്ടൊന്ന് വരച്ച് പഠിക്കുക. കാരണം ഇവിടെ ഒബ്ജക്റ്റും ഇമേജും എന്തായിരിക്കും? സെയിം സൈസ് ആയിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, സെയിം സൈസിൽ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. കാരണം ഒബ്ജക്റ്റ് ഇമേജ് സെയിം സൈസ്. ഇതിപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് വരച്ച് പഠിച്ചിട്ട് ആവശ്യമുണ്ടോ? ഉണ്ട്. വരച്ച് പഠിക്കാത്തൊരു കുട്ടി ഇതൊന്നും ഒരിക്കലും ഓർമ്മയിരിക്കത്തില്ല. വരച്ച് തന്നെ ഇത് പഠിക്കണം. ഓക്കെ, അറ്റ് 2f കേസ് നിങ്ങൾ പഠിച്ചു. ഓക്കെ, കാരണം ഞാൻ ഏതാണ്ട് ഒപ്പിച്ച് വരച്ചപ്പോഴത്തേക്കും കറക്റ്റ് 2f കിട്ടി. അപ്പോൾ നിങ്ങൾ സ്കെയിൽ കറക്റ്റ് അളവിലാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്കും അത് കിട്ടും. അടുത്ത കേസ് എന്തായിരിക്കും? ബിറ്റ്വീൻ 2f ആൻഡ് എഫ്. എഫിനും 2f ഇടയിലായിട്ടാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ റേ നേരത്തെ പോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് വരുന്നു. അത് എന്ത് ചെയ്യുന്നു? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. അടുത്ത റേ എന്ത് വരുന്നു? ഒപ്റ്റിക് സെൻറ്ററിലൂടെ വരുന്നു. അത് ഇതുവഴി കടന്നു പോകുന്നു. അത് വിത്തൗട്ട് എനി ഡീവിയേഷൻ കടന്നു പോകുന്നു. ഇവിടെ ഇമേജ് കിട്ടും 2f കഴിഞ്ഞിട്ട് കിട്ടും അല്ലേ? 2f കഴിഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? ബിയോണ്ട് 2f എന്ന് വിളിക്കും. അപ്പോൾ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2f ആൻഡ് f വയ്ക്കുമ്പോൾ ഇമേജ് കിട്ടുന്ന എവിടെയായിരിക്കും? ബിയോണ്ട് 2f ആയിരിക്കും കിട്ടുന്നത്. ഇതും റിയലും ഇൻവേർട്ടഡും എന്നാൽ ലാർജഡും ആയിരിക്കും. ഈ ഉയരത്തെക്കാളും കൂടുതലായിരിക്കും ഈ ഒരു ഉയരം. അപ്പോൾ അത് വരച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും വരയ്ക്കണം. വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അടുത്ത കേസ് എന്താണ്? അടുത്ത് അറ്റ് എഫിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വയ്ക്കുന്നു. പിന്നെ എവിടെ വയ്ക്കുന്നു? ഫോക്കസിൽ വയ്ക്കുന്നു. ഫോക്കസിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരണം? ഇമേജ് കിട്ടണം. ഫസ്റ്റ് ഇതാ വരുന്നു, ഫോക്കസിലൂടെ എന്ത് ചെയ്യുന്നു? കടന്നു പോകുന്നു. അടുത്തത് എന്താണ്? ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകുന്നു. രണ്ടും പരസ്പരം നമ്മൾ നോക്കിയാൽ കാണുന്നു. എന്താണ്? പരസ്പരം ഇവര് പാരലലാണ്. പാരലാവുമ്പോൾ ഇത് മീറ്റ് ചെയ്യും. എവിടെ മീറ്റ് ചെയ്യും? ഇൻഫിനിറ്റിയിൽ പോയിട്ടാണ് മീറ്റ് ചെയ്യും. ഇവിടെ പോയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്? ഇൻഫിനിറ്റിയിൽ പോയിട്ടായിരിക്കും മീറ്റ് ചെയ്യും. അപ്പോൾ അവിടെയും നമുക്ക് കിട്ടുന്നത് എന്ത് ഇമേജ് ആണെന്ന് മറന്നു പോകരുത്? റിയൽ ഇമേജ് ആണെന്ന് മറന്നു പോകരുത്. എന്ത് ഇമേജ് ആണ്? റിയൽ ഇമേജ് ആണ് കിട്ടുന്നത്. അത് ഇൻവേർട്ടഡ് ആണ്, പക്ഷെ ഹൈലി എൻലാർജ്ഡ് ആയി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് എന്താണ്? നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ഇൻഫിനിറ്റി, ബിയോണ്ട് 2f, അറ്റ് 2f, ബിറ്റ്വീൻ 2f ആൻഡ് f. അടുത്തെവിടെയാണ്? അറ്റ് f. ഇമേജ് എവിടെ കിട്ടി? ഇമേജ് കിട്ടിയത് ഇൻഫിനിറ്റിയിൽ. അതും റിയൽ ആയിരിക്കും, അതും ഇൻവേർട്ടഡ് ആയിരിക്കും, പക്ഷേ ഹൈലി മാഗ്നിഫൈഡ് ആയിരിക്കും. ഭയങ്കര വലുതായിരിക്കും ഇവിടെ കിട്ടുന്നത്. ലാസ്റ്റ് കേസ് എന്തായിരിക്കും? ലാസ്റ്റ് കേസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ. എഫിനും ഒക്കും ഇടയിലായിട്ടാണ് നമുക്ക് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. എഫിനും ഒക്കും ഇടയിലായിട്ടാണെങ്കിൽ റേ നേരെ പോകുന്നു. അത് ഏതുവഴി പോകുന്നു? ഫോക്കസിലൂടെ കടന്ന് പോകുന്നു. അടുത്ത റേ ഏതുവഴി പോകുന്നു? ഒപ്റ്റിക് സെൻറ്ററിലൂടെ പോകുന്നു. പക്ഷേ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ റേ എന്താണ്? പരസ്പരം ഇവരെന്താണ്? ഇവർ ഡൈവേർജിങ് അല്ലെ? ഇവർ പരസ്പരം എന്താണ്? ഡൈവേർജിങ് റേസ് ആണ്. ഡൈവേർജിങ് റേസ് ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? പുറകിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പുറകിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് ഇവിടെ ആയിട്ടൊരു ഇമേജ് കിട്ടും. അപ്പോൾ ആ ഇമേജിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഇമേജ് കിട്ടിയത് എവിടെയാണ്? സെയിം സൈഡ് ഓഫ് ഒബ്ജക്റ്റിൻ്റെ അതേ വശത്താണ് ഒബ്ജക്റ്റ് എഫ് ആൻഡ് ഒ വരുമ്പോൾ കിട്ടുന്നത്. ഈ ഇമേജിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് വെർച്വൽ ഇമേജ് ആണ്. ഇത് എന്ത് ഇമേജ് ആണ്? ഇത് വെർച്വൽ ഇമേജ് ആണ്. പക്ഷെ വെർച്വൽ ഇമേജുകൾ ഇവിടെ എന്താണ്? ഇവിടെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള വെർച്വൽ ഇമേജ് ആണ് കിട്ടിയത്. കോൺവെക്സ് ലെൻസിൽ ആകെ ഇതൊന്നിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? വെർച്വലും ഇറക്റ്റും ആയിട്ടുള്ള ഇമേജ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ കോൺവെക്സ് കഴിഞ്ഞു. പിന്നെ കോൺകേവ് ആണെങ്കിൽ പഠിക്കാൻ ഇത്രയും എളുപ്പമുള്ളൊരു സാധനം വേറെ ഇല്ല.
കോൺകേവ് ആണെങ്കിൽ എന്താണ്? ഇതുപോലൊരു കോൺകേവ് ലെൻസ് വരയ്ക്കുക. അപ്പോൾ റേ ഡയഗ്രം വരയ്ക്കുക. ഒന്നുകൂടി ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം. എന്ത് ചെയ്യണം? ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. സ്ട്രെയിറ്റ് ലൈനിൽ നടുക്കായിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്ത് അത് ഒപ്റ്റിക് സെൻറ്റർ എന്ന് മാർക്ക് ചെയ്യണം. അതിനോട് ചേർത്ത് വളരെ തിന്നായിട്ട്, നിങ്ങൾക്ക് പറ്റുന്നതിൽ ഏറ്റവും തിന്നായിട്ട് ഒരു ലെൻസ് വരയ്ക്കുക. ഇവിടെ നിന്നിട്ടും 2 സെൻറ്റിമീറ്റർ മാറ്റി 2 പോയിന്റ്, 4 സെൻറ്റിമീറ്റർ മാറ്റി 2 പോയിന്റ്. ഇതിനെ എഫ്, ഇത് എഫ്, ഇത് 2F, ഇത് 2F. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? ഒബ്ജക്റ്റ് നിങ്ങൾ എവിടെ വേണോ വെച്ചോ. ഞാൻ ഇവിടെ വയ്ക്കാം. ഓക്കെ, ഒബ്ജക്റ്റ് നിങ്ങൾ എവിടെ വേണോ വെച്ചോ. എന്ത് പറ്റും? കണ്ടോ, ഇപ്പം ഇതുപോലത്തെ മിസ്റ്റേക്കുകൾ വരില്ല. കണ്ടോ, ലെൻസ് കുറച്ച് വലുതായിരിക്കണം. ഓക്കെ, അപ്പോൾ റേ ഡയഗ്രാം വരുന്നു, നമുക്ക് റേ വരുന്നു. അത് എന്ത് ചെയ്യുന്നു? അത് ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് ചെയ്യും? ആഫ്റ്റർ റിഫ്രാക്ഷൻ അത് പുറത്തോട്ട് പോകും. അതെന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്ത് പോകും. അപ്പോൾ ഡൈവേർജ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളതിന് പിറകിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാം. അടുത്ത റേ പോകുന്ന എല്ലാ, അപ്പോൾ മനസ്സിലല്ലേ, ഒന്നാമത്തെ റേ നേരെ വരും. അപ്പോൾ നമ്മൾ എല്ലാ ഇമേജ് ഫോർമേഷൻ പഠിച്ച എന്താണ്? ഒന്നാമത്തെ റേ നേരെ വരും, രണ്ടാമത്തെ റേ ഒപ്റ്റിക് സെൻറ്ററിന് നേരെ വരും. അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിന് നേരെ കടന്നു പോകുന്നു. അത് വിത്തൗട്ട് എൻ ഡീവിയേഷൻ അതേപടി കടന്നു പോകും. അപ്പോൾ രണ്ടും കൂടെ മീറ്റ് ചെയ്തത് എവിടെയാണ്? അതാ ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടും. എന്ത് ഇമേജാണ്? വെർച്വൽ, ഇറക്റ്റ്, പക്ഷേ ഡിമിനിഷ്ഡ് മറന്നു പോകും. അപ്പോൾ റേ ഡയഗ്രം വരയ്ക്കാൻ നമ്മൾ പഠിച്ചില്ലേ? ഒന്നും ഓർത്തിട്ടില്ലേ? എല്ലാം കിട്ടുന്നുണ്ടല്ലോ. അടുത്ത് യുവും ബിയും എഫിനെയും പറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക എന്താണ് യു. യുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു ലെൻസിൽ നിന്ന് നമ്മൾ എവിടെയാണ് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്? ഓ. ഒരു ലെൻസിൽ നിന്ന് നമ്മൾ എവിടെയാണ് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്? ഓ. അതാണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് ദൂരം. എന്താ ഇവിടെ ഇത്രയും ദൂരം, ഈ ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരമാണ് ഓ. മനസ്സിലാക്കുക. ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ പഠിച്ചോളണം. യു എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? അത് നെഗറ്റീവ് ആയിരിക്കും. യു എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അടുത്ത് വി. എന്താണ് വി? വി എന്ന് പറയുന്നതാണ് ഇമേജ് ഡിസ്റ്റൻസ്. വി ആണ് എന്ത്? ഇമേജ് ഡിസ്റ്റൻസ്. എന്താ ഇമേജ് ഡിസ്റ്റൻസ്? എങ്ങനെയൊക്കെ ഇമേജ് ഡിസ്റ്റൻസ് വരാം? നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ. ഇമേജ് നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഇമേജാണ് പഠിച്ചിട്ടുള്ളത്? റിയൽ ഇമേജും വെർച്വൽ ഇമേജും. റിയൽ ഇമേജ് ആണെങ്കിൽ ഇങ്ങനെ, വെർച്വൽ ഇമേജ് ആണെങ്കിൽ ഇങ്ങനെ. ഈ ദൂരം മാറും, അത് നമുക്ക് വിഷയമില്ല. പക്ഷേ റിയൽ ഇമേജ് ആണെങ്കിൽ അത് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് എപ്പോഴും വലത്തോട്ടുള്ള കേസായിരിക്കും. വെർച്വൽ ഇമേജ് നമ്മൾ പഠിച്ചത് വെച്ചിട്ട് എപ്പോഴും എന്തായിരിക്കും? ഇടത്തോട്ടും ആയിരിക്കും. അപ്പോൾ വിക്ക് 2 തരം വാല്യൂസ് ആകാം. വിയുടെ വാല്യൂ പോസിറ്റീവും ആകാം, വിയുടെ വാല്യൂ നെഗറ്റീവും ആകാം. നമ്മളൊരു ഗ്രാഫ് ആലോചിച്ച് നോക്കി. ഗ്രാഫിൻ്റെ വലത്തോട്ട് എടുക്കുന്ന വാല്യൂസ് ഒക്കെ പോസിറ്റീവ് അല്ലേ? ആ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് പറഞ്ഞുകൂടെ ഈ തലകുത്തിനെ കാണുന്ന ഇമേജ് ഒക്കെ റിയൽ ഇമേജ് അല്ലേ? അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ് വി എങ്കിൽ അത് എന്ത് ഇമേജ് ആയിരിക്കും? അത് റിയൽ ഇമേജ് ആയിരിക്കും. അപ്പോൾ ഒരു റിയൽ ഇമേജ് ആണെങ്കിൽ വിയുടെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി ഗ്രാഫ് ആലോചിച്ച് നോക്കി. ഗ്രാഫ്, നമ്മൾ ഗ്രാഫ് അറിയാമല്ലോ, അത് ഇങ്ങനത്തെ വരയ്ക്കുന്ന ഗ്രാഫ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ്, ഇത് നെഗറ്റീവ് വൈ ആക്സിസ്. ഇവിടുന്ന് വലത്തോട്ട് എടുക്കുന്നതൊക്കെ നമ്മൾ പോസിറ്റീവ് വാല്യൂസ് അല്ലേ? നമ്പർ ലൈൻ ആലോചിച്ച് നോക്കി. 0 നിന്ന് വലത്തോട്ട് പോസിറ്റീവ്, ഇടത്തോട്ട് നെഗറ്റീവ്. അതേ ലോജിക്ക് അങ്ങ് ആലോചിച്ചാൽ മതി, വെറുതെ കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. അപ്പോൾ ഇടത്തോട്ടാണെങ്കിൽ, ഇടത്തോട്ട് ഇവിടെയാണ് ഇമേജ് ഇരിക്കുന്നതെങ്കിൽ ഈ വാല്യൂ നെഗറ്റീവ് അല്ലേ? അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അത് എന്ത് ഇമേജ് ആയിരിക്കും? അത് വെർച്വൽ ഇമേജ് ആയിരിക്കും. അത് എന്ത് ഇമേജ് ആയിരിക്കും? അത് വെർച്വൽ ഇമേജ് ആയിരിക്കും. ഇനി ഒന്നും കൂടിയാണുള്ളത് ഫോക്കസ്. എന്താണ് എഫ് എന്ന് വെച്ചാൽ? സ്മോൾ ലെറ്റർ ആണെങ്കിൽ അത് ഫോക്കൽ ലെങ്ത്, ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അത് പ്രിൻസിപ്പൽ ഫോക്കസ്. ഫോക്കസിന്റെ വാല്യൂവും 2 ആകാം, പോസിറ്റീവും ആകാം, നെഗറ്റീവും ആകാം. പോസിറ്റീവ് ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ അത് എന്ത് ലെൻസ് ആയിരിക്കും? അത് കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ്. നെഗറ്റീവ് ആണെങ്കിൽ അത് എന്ത് ലെൻസ് ആയിരിക്കും? അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. നേരത്തെ പറഞ്ഞു തന്നു അല്ലേ? ഇത് ഇങ്ങനെ ഇരിക്കുന്ന ലെൻസ് ആണെങ്കിൽ വലതുവശത്ത് ഫോക്കസ്, സോ പോസിറ്റീവ്. ഇത് ഇങ്ങനെ ഇരിക്കുന്ന ലെൻസ് ആണെങ്കിൽ ഇടതുവശത്ത് ഫോക്കസ്, സോ നെഗറ്റീവ്. ഇതൊന്നും നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം ചെയ്യാൻ സമയത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ലെൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചോദ്യത്തിൽ തരും, കോൺവെക്സ് എന്ന് തരും. അപ്പോൾ നിങ്ങൾക്കറിയാം ഫോക്കൽ ലെങ്തിന് പോസിറ്റീവ് എടുക്കണമെന്ന്. കോൺകേവ് ആണെന്ന് തരും, അപ്പോൾ നിങ്ങൾക്കറിയാം ഫോക്കൽ ലെങ്ത് എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണമെന്ന്. ഓക്കെ, വെർച്വൽ ഇമേജ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും ഇമേജ് ഡിസ്റ്റൻസ്. റിയൽ ഇമേജ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. യു എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എന്ത് വെച്ചിട്ടാണ്? സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സൈൻ കൺവെൻഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സൈൻ കൺവെൻഷനിൽ അത്രയ്ക്കൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ
ഈ പറഞ്ഞ ലെൻസുമായി ബന്ധപ്പെട്ട് എന്ത് പരീക്ഷണം ചെയ്യുമ്പോഴും നമ്മളൊരു കാർട്ടീഷ്യൻ പ്ലെയിൻ മനസ്സിൽ സങ്കല്പിക്കണം. ആ കാർട്ടീഷ്യൻ പ്ലെയിൻ്റെ നടുക്കത്തെ പോയിന്റാണ് O. അതിന് വലത്തോട്ട് എടുക്കുന്ന വാല്യൂസ് ഒക്കെ എന്തായിരിക്കണം? ഇടത്തോട്ട് എടുക്കുന്ന വാല്യൂസ് ഒക്കെ എന്തായിരിക്കണം? മുകളിലോട്ടുള്ള വാല്യൂസ് ഒക്കെ എന്തായിരിക്കണം? താഴോട്ടുള്ള വാല്യൂസ് ഒക്കെ എന്തായിരിക്കണം എന്ന് പറയുന്ന നിയമമാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ഒബ്ജക്റ്റ് എപ്പോഴും വെക്കേണ്ടത് ലെൻസിൻ്റെ ഇടതുവശത്ത്. ഒബ്ജക്റ്റ് എപ്പോഴും വെക്കേണ്ടത് ലെൻസിൻ്റെ ഇടതുവശത്ത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഒബ്ജക്റ്റ് എപ്പോഴും വെക്കേണ്ടത് എവിടെയാണ്? ലെൻസിൻ്റെ ഇടതുവശത്ത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് റേസ് എപ്പോഴും ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, ലൈറ്റ് റേയുടെ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ്. എന്ന് വെച്ചാൽ നമ്മൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും വലത്തോട്ട് എടുക്കുന്ന മെഷർമെൻറ്റുകളെല്ലാം പോസിറ്റീവ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ സാറേ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് 1, 2, 3 എടുത്താൽ വലത്തോട്ടല്ലേ എന്ന് ചോദിക്കും. അല്ല, അതിനാണ് ഞാൻ ഈ ലൈൻ വരച്ചത്. കാർട്ടീഷ്യൻ പ്ലെയിൻ അടിസ്ഥാനപ്പെടുത്തി എന്ന് മനസ്സിലാക്കണം. കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമ്മളെപ്പോഴും അളവെടുക്കുന്ന എല്ലാ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നല്ലേ, അത് മാത്സ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ അവിടുന്ന് വലത്തോട്ട് എടുക്കുന്ന എല്ലാം ഇങ്ങോട്ടല്ലേ, അത് പോസിറ്റീവ്. ഇനി മൂന്നാമത്തെ നിയമത്തിൽ പറഞ്ഞാൽ എന്താ? ഇടത്തോട്ട് എടുക്കുന്നതൊക്കെ നെഗറ്റീവ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്ന മെഷർമെൻ്റ് ഒക്കെ നെഗറ്റീവ്. അടുത്ത മുകളിലോട്ടുള്ളതൊക്കെ പോസിറ്റീവ്, താഴോട്ടുള്ളതൊക്കെ നെഗറ്റീവ്. ഇത്രയാണ് കാർട്ടീഷ്യൻ. ഇൻ കേസ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നിങ്ങൾക്ക് എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ ഇതുപോലെ വേണം പറയാൻ. ഒന്ന്, ലെൻസുമായി ബന്ധപ്പെട്ടോ മിററുമായി ബന്ധപ്പെട്ടോ എന്ത് പരീക്ഷണം ചെയ്താലും കാർട്ടീഷ്യൻ റൂൾ ഫോളോ ചെയ്യുക. ഒബ്ജക്റ്റ് എപ്പോഴും ഇടതുവശത്ത് വയ്ക്കുക, ഒന്നാമത്തത്. അടുത്ത്, ലൈറ്റ് റേയുടെ ഡയറക്ഷൻ പോസിറ്റീവ്. നിങ്ങൾ പഠിക്കുമ്പോൾ വലത്തോട്ട് പോസിറ്റീവ് എന്ന് പഠിച്ചാൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ലൈറ്റ് റേയുടെ ഡയറക്ഷനിൽ മെഷർമെൻ്റ് എടുത്താൽ പോസിറ്റീവ്, അതിൻ്റെ എതിർവശത്തിലെടുത്താൽ അത് നെഗറ്റീവ്, മുകളിലോട്ട് എടുത്താൽ അത് പോസിറ്റീവ്, താഴോട്ട് എടുത്താൽ അത് നെഗറ്റീവ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് പറ്റൂലേ? ഞാൻ ഒന്നുകൂടി ഇപ്പം ഒന്ന് പറഞ്ഞു തരട്ടെ, ശ്രദ്ധിക്കൂ. ഞാൻ നേരത്തെ വരച്ച് പറഞ്ഞു തന്ന കാര്യത്തിന് ഒരു എക്സ്പ്ലനേഷൻ തരികയാണ്, ശ്രദ്ധിച്ചോളേ. ഓക്കെ, നോക്കിക്കും. ഒബ്ജക്റ്റിനെ നമ്മൾ ഇടതുവശത്ത് വയ്ക്കും. അപ്പോൾ ഒബ്ജക്റ്റ് തൊട്ട് ഒപ്റ്റിക് സെൻറ്റർ വരെയുള്ള ദൂരം അല്ലേടാ യു. അപ്പോൾ യു എന്തുകൊണ്ടാണ് എപ്പോഴും നെഗറ്റീവ് ആയതെന്ന് ഇപ്പോൾ പിടികിട്ടി കാണുമല്ലോ. കാരണം നമ്മൾ എപ്പോഴും ഇവിടുന്ന് ഇടത്തോട്ടല്ലേ മെഷർമെൻറ്റ് എടുക്കുള്ളൂ. ഒബ്ജക്റ്റിനെ ഇടതുവശത്ത് വയ്ക്കണമെന്ന് പറഞ്ഞു വെച്ചേക്കല്ലേ. അപ്പോൾ ഇടത്തോട്ടല്ലേ എടുക്കുള്ളൂ. അപ്പോൾ യു ഓൾവേസ് നെഗറ്റീവ് ആവുന്ന പിടികിട്ടിയില്ലേ. അടുത്ത, വെർച്വൽ ഇമേജുകളൊക്കെ വലതുവശത്ത് എവിടെയോ ആയിക്കോട്ടെ ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ഈ ദൂരം എന്ന് പറഞ്ഞ് വലത്തോട്ടല്ലേ. അപ്പോൾ വി എന്ന് പറയുന്ന പോസിറ്റീവ് ആകത്തില്ലേ എവിടെ? റിയൽ ഇമേജ് ആകുമ്പോൾ. അടുത്ത്, നമുക്ക് വെർച്വൽ ഇമേജ് 2 സ്ഥലത്തല്ലേ കിട്ടിയുള്ളൂ. എവിടെയൊക്കെ കിട്ടിയത്? ഒന്ന് കോൺകേവിലും ഒന്ന് കോൺവെക്സിലും. രണ്ടിടത്തും അത് ഇടതുവശത്തല്ലേ. അപ്പോൾ വെർച്വൽ ഇമേജ് ആണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പിടികിട്ടിയില്ലേ? കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഫോക്കസ് വലതുവശത്ത് വരും. അപ്പോൾ ഫോക്കസ് പോസിറ്റീവ് ആയിരിക്കും കോൺവെക്സിൽ. അടുത്ത്, കോൺകേവിലാണെങ്കിൽ എന്തായിരിക്കും? ഇടതുവശത്തായിരിക്കും ഫോക്കസ് വരുന്നത്. സോ കോൺകേവിൽ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി ഒബ്ജക്റ്റിൻ്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടല്ലേ എടുക്കുന്നത് അല്ലേ? ഈ നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കാൻ അത്യാവശ്യം വിവരം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, ഇല്ലേടേ? അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഈ ഉയരം എടുക്കണം. നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ നിന്നല്ലേ നോക്കുന്നത്, ഇതിന് മാച്ച് ആയിട്ടുള്ളതല്ലേ എടുക്കുന്നത്. അപ്പോൾ ഇത് മുകളിലോട്ടല്ലേ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദ ഇമേജ് പോസിറ്റീവ് നെഗറ്റീവ് ആകാം. റിയൽ ഇമേജ് ആണെങ്കിൽ ഹൈറ്റ് താഴോട്ട് എടുക്കും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് നെഗറ്റീവ്. വെർച്വൽ ഇമേജ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഹൈറ്റ് നമ്മൾ എങ്ങോട്ട് എടുക്കും? മുകളിലോട്ട് എടുക്കും. അപ്പോൾ വെർച്വൽ ഇമേജിൻ്റെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് സൈൻ കൺവെൻഷൻ. ഇനി ലെൻസ് ഇക്വേഷനിലോട്ട് വരാം. ലെൻസ് ഇക്വേഷൻ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലെ. ഞാൻ പറയുന്നത് നിങ്ങൾ ഒറ്റ ഇക്വേഷൻ മാത്രമേ ഇവിടെ പഠിക്കാവൂ. ബാക്കി റീഅറേഞ്ച് ചെയ്ത് കിട്ടുകൂടാ, വെറുതെ കാണാതെ പഠിക്കാതെ. അതായത് 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u എന്നതാണ് ലെൻസ് ഇക്വേഷൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഫ് ഈസ് ഈക്വൽ ടു uv/u - v എന്ന റീഅറേഞ്ച് ചെയ്ത ഫോർമുല വേണമെങ്കിൽ പഠിച്ചു വെച്ചു. ഇത് പഠിച്ചു വയ്ക്കുന്നത് തന്നെയാണ് എളുപ്പം. ഇതിന്ന് ബാക്കി റീഅറേഞ്ച് ചെയ്യാം, സിമ്പിൾ അറേഞ്ച്മെൻറ്റേ ഉള്ളൂ. ചിലരാണെങ്കിൽ നമുക്ക് വിക്ക് ഒരു ഫോർമുലയുണ്ട്, v ഈസ് ഈക്വൽ ടു uf/u + f. അടുത്ത് വിക്ക് യുവിനൊരു ഫോർമുലയുണ്ട്, എന്താണ്? vf/f - v. ഇതൊക്കെ കാണാതെ പഠിച്ചുകൊണ്ടിരുന്ന അവിടെ പോകുമ്പോൾ UF ഒക്കെ കൂടെ അവിയൽ പോലെ. അതുകൊണ്ട് ഞാനിതൊരിക്കലും പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. നിങ്ങൾ ഇത് പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്നത് ഈ ഒരു ഒറ്റ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. ബാക്കി നമുക്ക് റീഅറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ലെൻസ് ഇക്വേഷൻ 1/f = 1/v - 1/u, 1/f = 1/v - 1/u, 1/f = 1/v - 1/u. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, കിട്ടും. ഇനി ഒറ്റ കാര്യം കൂടി പറയാൻ നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. മാഗ്നിഫിക്കേഷൻ എന്താണ്?
ഒബ്ജക്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇമേജ് എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ ചെറുതാണെന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ ഫോർമുല എന്താ? മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ദ ഇമേജിൽ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഡിവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ ഫോർമുലയാണ് എന്താണ്? വി ബൈ യു. ഇതൊരൊറ്റ ഫോർമുല അങ്ങ് പഠിച്ചു വയ്ക്കുക. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട്. അത് ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇവിടെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നതിന് 3 വാല്യൂസ് ആണ് നടക്കുന്നത്. ഒന്നുകിൽ അത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആകാം, ഈക്വൽ ടു 1 ആകാം, ലെസ് ദാൻ 1 ആകാം. മാഗ്നിഫിക്കേഷൻ നമ്മൾ ഈ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഒന്നുകിൽ എന്തായിരിക്കാം? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതായത് ഇപ്പോൾ 1.1, 1.2, 2, 3, 4, 5 അങ്ങനെ ആകാം. അല്ലെങ്കിൽ ഈക്വൽ ടു 1 ആകാം. അത് കറക്റ്റ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം 1 എന്ന് കിട്ടാം. അല്ലെങ്കിൽ എന്ത് കിട്ടാം? ഇപ്പോൾ 0.9, 0.8, 0.2 ഇതൊക്കെ 1നേക്കാളും ചെറുതല്ലേ? ഇങ്ങനത്തെ വാല്യൂസ് വരാം. ഇപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാളും വലുതാണെങ്കിൽ അവിടെ കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ എന്ത് ഇമേജ് ആയിരിക്കും? അത് എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. എന്തായിരിക്കും? എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ 1ന് ഈക്വൽ ആയിട്ട് വരുന്നതാണെങ്കിൽ ഒബ്ജക്റ്റും ഇമേജും എന്തായിരിക്കും? സെയിം സൈസ് ആയിരിക്കും. എന്തായിരിക്കും? സെയിം സൈസ് ആയിരിക്കും. ലെസ് ദാൻ 1 ആണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1നേക്കാളും ചെറുതാണെങ്കിൽ അവിടെ കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. കാരണം ഇതൊന്ന് ആലോചിച്ചാൽ മതി. ഈ വാല്യൂ വലുതായാൽ ഇമേജ് വലുത്, സോ എൻലാർജ്. ഈ വാല്യൂ താഴത്തെ വാല്യൂവിന് തുല്യമായാൽ സെയിം സൈസ്. ഈ പറയുന്ന വാല്യൂ താഴത്തെ ഇമേജ് വാല്യൂവിനേക്കാളും ചെറുതായാൽ ഉത്തരം എന്തായിരിക്കും? ന്യൂമിനേറ്റർ ചെറുതല്ലേ? 1നേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ഡിമിനിഷ്ഡ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലോട്ട് പോകാമല്ലോ. ഇനി വരുന്നത് പവർ ഓഫ് ലെൻസ് ആണ്. വളരെ സിമ്പിൾ. പവർ ഓഫ് ലെൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലെൻസ് ലൈറ്റ് റേസിനെ എത്രത്തോളം കൺവേർജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുന്നു. ഒരു ലെൻസ് എത്രത്തോളം ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പവർ ഓഫ് ലെൻസ് എന്ന് വിളിക്കുന്നത്. പവർ ഓഫ് ലെൻസ് എങ്ങനെ കിട്ടും? ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ എടുക്കണം. പക്ഷേ ഫോക്കൽ ലെങ്ത് എടുക്കേണ്ട എന്തിലായിരിക്കണം? മീറ്ററിലായിരിക്കണം. പക്ഷെ നമുക്ക് തരുന്ന സെന്റിമീറ്ററിലായിരിക്കും. എങ്കിൽ പവർ കിട്ടുന്നത് എന്തിലായിരിക്കും? ഡയോപ്റ്റർ എന്ന യൂണിറ്റിലായിരിക്കും. ഇത് വളരെയധികം ചോദിച്ചിട്ടുണ്ട്. പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ. ക്യാപിറ്റൽ ഡി ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെൻസ് ലൈറ്റ് റേസിന് എത്രത്തോളം, ഇപ്പം ഞാൻ ഇവിടെ 2 ലെൻസ് കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു ലെൻസ്, ഇത് മറ്റൊരു ലെൻസ്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഇതാ ലൈറ്റ് റേസ് പോകുന്നു, ഇതാ ഇങ്ങോട്ട് പോകും. ഇവിടെ ലൈറ്റ് റേസ് വരുന്നു, ഇതാ ഇങ്ങോട്ട്. എന്നിട്ട് ഏതെല്ലാം പവർ കൂടുതൽ? ഇത് എന്ത് ലെൻസാ? കോൺവെക്സ്. കോൺവെക്സ് എന്ത് ലെൻസാ? കൺവേർജിങ് ലെൻസ്. ഇവിടെ ഏറ്റവും കൂടുതൽ കൺവേർജ് ചെയ്തത് ആരാ? ഇവൻ. അപ്പോൾ പവർ കൂടുതൽ ആർക്കാ? ഇവന്. പവർ കൂടിയപ്പോൾ ഫോക്കൽ ലെങ്ത് കണ്ടോ? ഇത്രയും ദൂരേ ഉള്ളൂ. ഇവിടെ ഫോക്കൽ ലെങ്ത് കൂടുതൽ. അപ്പോൾ എന്താണ്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പവർ കൂടുന്നതിനനുസരിച്ച്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പവർ കൂടുന്നതിനനുസരിച്ച് കുറയും. സോ റെസിപ്രോക്കൽ P is equal to 1/f. പക്ഷെ ഫോക്കൽ ലെങ്ത് എടുക്കേണ്ടത് മീറ്ററിലായിരിക്കണം. ഇനി പവർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ്, പവർ എന്ന് പറയുന്നത് നെഗറ്റീവിലാണെങ്കിൽ അത് കോൺകേവ് ലെൻസ്. ഇത് ചോദിച്ചിട്ടുണ്ടേ. അതായത് ഇപ്പോൾ പവർ ഈസ് ഈക്വൽ ടു +2d എന്ന് തന്നു. ഇത് എന്ത് ലെൻസ്? പവർ പോസിറ്റീവ് ആകുമ്പോൾ അത് കോൺവെക്സ്, നെഗറ്റീവ് ആണെങ്കിൽ അത് കോൺകേവ്. അപ്പോൾ ഈ രീതിയിൽ ചോദ്യങ്ങളും ചോദിക്കും. അതും എഴുതാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി 2 സാധനം, നമ്മുടെ മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും. ആദ്യം വരുന്നതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു മൈക്രോസ്കോപ്പ് ആയാലും ടെലസ്കോപ്പ് ആയാലും അതിൽ എത്ര ലെൻസ് ഉണ്ട്? 2 ലെൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ലെൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ്. രണ്ടാമത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഐ പീസ്. അത്രയേ ഉള്ളൂ. മൈക്രോസ്കോപ്പ് നിങ്ങൾ ആദ്യം ചിന്തിക്കണം, മൈക്രോസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചെറിയ ഒബ്ജക്റ്റിനെ വലുതായിട്ട് കാണും. ചെറിയ ഒബ്ജക്റ്റിനെ, അപ്പോൾ ഒബ്ജക്റ്റ് ചെറുത്. അതായത് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ചെറിയ ലെൻസ് ആയിരിക്കും, ഐ പീസ് എന്ന് പറയുന്നത് വലിയ ലെൻസ് ആയിരിക്കും. കിട്ടിയോ? മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ എന്തിനുപയോഗിക്കുന്നു? ചെറിയ ഒബ്ജക്റ്റിനെ വലുതായിട്ട് കാണാം. അപ്പോൾ ഒബ്ജക്റ്റ് ചെറുത്, ഒബ്ജക്റ്റീവ് ചെറുത്, ഐ പീസ് വലുത്. ഇത് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഉത്തരം. ഇത് പറഞ്ഞാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ. ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്, ലൈറ്റ് റേ വന്നു. ലൈറ്റ് റേ വരുമ്പോൾ എന്ത് ചെയ്യും? ഫോക്കസിൽ കൂടെ കടന്നു പോകും, മറ്റൊന്ന് കടന്നു പോകുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? നമുക്കൊരു ഇമേജ് കിട്ടും. ഈ ഇമേജ് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ലെൻസ്, ഇതാണ് ഐ പീസ്, ഇത് ഒബ്ജക്റ്റീവ്. ഓക്കെ, ഈ പറഞ്ഞ ഐ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലുതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫോക്കസ് ഇവിടെ വരും.
അപ്പോൾ ഒബ്ജക്റ്റ് ഇങ്ങനെ വന്നിട്ട് എന്ത് പറ്റും? ഒബ്ജക്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും. സോ നമ്മളിതെല്ലാം കൂടി ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് ഇവിടെ ആയിട്ട് ഒരു വലിയ ഇമേജിനെ കിട്ടും. ഇതാണ് മൈക്രോസ്കോപ്പ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും, ഇവൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. അങ്ങനെ പഠിച്ചു വെച്ചാൽ. അടുത്ത് വരുന്നതാണ് എന്ത്? ടെലസ്കോപ്പ്. ടെലസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വലിയ പ്ലാനറ്റുകളാണ് അല്ലേ? നമ്മുടെ പ്ലാനറ്റോ അല്ലെങ്കിൽ മറ്റ് സൂര്യനോ നമ്മളെക്കാളും വലുതാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വലുതായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? വലുതായിരിക്കണം. അപ്പോൾ ഒബ്ജക്റ്റീവിൻ്റെ അവിടെ ഇരിക്കുന്ന ലെൻസ് വലിയ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ്. അപ്പോൾ ഇതായിരിക്കണം ഒബ്ജക്റ്റീവ്. ഇതായിരിക്കും നമ്മുടെ എന്താന്ന് പറയുന്നത്? ഐ പീസ് എന്ന് പറയും. ദൂരേന്ന് വരുന്ന ലൈറ്റ് റേസ് ആയിരിക്കും. അത് ദൂരേന്ന് വരുന്ന ലൈറ്റ് റേസ് എൻ്റെ ഗുണം. ദൂരേന്ന് വരുന്ന ലൈറ്റ് റേസ് ആയിരിക്കും. അതെന്ത് ചെയ്യും? അത് വഴി വന്ന ഒരു പോയിന്റിൽ ചെയ്യും. ഓക്കെ. അടുത്ത് നമ്മൾ ഈ ലൈറ്റ് റേസ് ഇതുവഴി, ഓക്കെ, ഈ ലൈറ്റ് റേസ് എന്ത് ചെയ്യും? ഇവിടെ തട്ടിപ്പോവും. ബാക്കിലോട്ട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്ത് ഏതാണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. ഇതിങ്ങനെ കാണാതെ വരയ്ക്കാൻ നിങ്ങൾക്ക് ചോദിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ആര് വലുത് ആര് ചെറുത്. അപ്പോൾ മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റീവ് ചെറുത്, ടെലസ്കോപ്പിൽ ഒബ്ജക്റ്റീവ് വലുത്. അത് വെച്ചാൽ ബാക്കി നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടോപ്പിക്ക് തീർന്നു. ഇനി നമ്മൾ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാത്ത് ഓഫ് എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ എ കോൺകേവ് ലെൻസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഡ്രോൺ ബൈ എ ചൈൽഡ് ഈസ് ഗിവൺ ബിലോ. ഫിസിക്സിൽ പ്രത്യേകിച്ചും ചോദ്യം വ്യക്തമായി വായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അല്പസമയം കൂടുതലെടുത്തെന്ന് വെച്ച് നഷ്ടമൊന്നുമില്ല. നിങ്ങൾക്ക് നന്നായി ഉത്തരം എഴുതാനുള്ള സമയം നമുക്ക് കിട്ടും. പക്ഷേ ചോദ്യം കെയർഫുള്ളായിട്ട് വായിക്കണം. അല്ലെങ്കിൽ 5 മിനിറ്റോ 10 മിനിറ്റോ മുമ്പേ നിങ്ങൾ പരീക്ഷ എഴുതി തീരും. നമുക്കതല്ലല്ലോ ആവശ്യം. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണം. കാരണം വായിക്കുന്നതിനകത്ത് നിന്നാണ് നമുക്ക് പല കാര്യങ്ങളും കിട്ടുന്നത്. അത് കിട്ടാത്ത പക്ഷം ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ ചോദ്യത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പൊതുവെ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കുട്ടി ഒരു കോൺകേവ് ലെൻസ് വെച്ച് വരച്ച ഇമേജ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ മിസ്റ്റേക്ക് ഇൻ ദ റേ ഡയഗ്രാം? ഇതിലെന്താ മിസ്റ്റേക്ക്? ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡൈവേർജിങ് ആണ്. അതെന്താണ്? ഡൈവേർജിങ് ആണ്. പക്ഷെ കുട്ടി ഇവിടെ എന്തായിട്ടാണ് വരച്ചേക്കുന്നത്? അതിനെ കൺവേർജിങ് ആയിട്ടാണ് വരച്ചേക്കുന്നത്. അതാണ് മിസ്റ്റേക്ക്. പറയാൻ പറ്റുമല്ലോ. റീഡ്രോ ദ കറക്റ്റ് ഡയഗ്രാം. ഇതിനകത്ത് ഇതേപോലെ ഡയഗ്രാം വരയ്ക്കുക. ഇവിടുന്ന് മുകളിലോട്ട് വരച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ അത് കറക്റ്റാണ്. അതാണ് നമ്മളിവിടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇൻ ദ ഇമേജ് എ ബി ഈസ് ആൻ ഒബ്ജക്റ്റ്. എ ബി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ. പ്ലേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദ ലെൻസ് എൽ. എൽ എന്ന ലെൻസിന്റെ പ്രിൻസിപ്പൽ ആക്സിസിൽ അത് ഇരിക്കുകയാണ്. ദ ഇമേജ് ഫോംഡ് ബൈ ദ ലെൻസ് ഈസ് ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. ഇതുണ്ടാക്കിയ ഇമേജ് എന്ന് പറയുന്നത് ഇറക്റ്റും മാഗ്നിഫൈഡുമാണ്. ഇറക്റ്റും മാഗ്നിഫൈഡുമാണ് എങ്കിൽ ഐഡന്റിഫൈ ദ ലെൻസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ ആൻഡ് ഗീവ് റീസൺ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ള ഏക കേസ് എന്താണ്? ഇവിടെ ഉണ്ടായ ഇമേജ് എന്ന് പറയുന്നത് ഇറക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇറക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ഇമേജ് ആണ്? അത് വെർച്വൽ ഇമേജ് ആണ്. അപ്പോൾ വെർച്വൽ ഇമേജ് ആണ്. മാത്രമല്ല അത് എന്താണ്? അത് മാഗ്നിഫൈഡ് ആണ്. ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യം കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ കത്തിയിട്ടുണ്ടാകും. കത്തിയിട്ടുണ്ടോ? ഇറക്റ്റും മാഗ്നിഫൈഡ്. അപ്പോൾ ഈ ഇറക്റ്റ് എന്ന് വെച്ചാൽ വെർച്വൽ മാഗ്നിഫൈഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെർച്വൽ മാഗ്നിഫൈഡ് ഇമേജ് ഉണ്ടാക്കുന്ന ഏക ലെൻസ് ഏത് ലെൻസാണ്? അത് കോൺവെക്സ് ലെൻസ്. അതെന്ത് ലെൻസാണ്? അതെന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ അതാണ് റീസൺ. കോൺവെക്സ് ലെൻസ് ഓൺലി പ്രൊഡ്യൂസസ് ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ്. ഒരു മാർക്ക് കിട്ടി. ഡ്രോ ദ റേ ഡയഗ്രാം ഫോർ ദ ഇമേജ് ഫോർമേഷൻ. അപ്പോൾ നമ്മളൊരു കോൺവെക്സ്, ഞാൻ ഒന്നൊന്ന് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. കോൺവെക്സ് വരയ്ക്കുക. ഒബ്ജക്റ്റിനെ ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ വരയ്ക്കുക. ഇതാണ് ഒബ്ജക്റ്റ്. ഒരു റേ പോവും, ഒരു റേ പോവും, അത് നേരെ ഫോക്കസിൽ കൂടെ പോവും. അടുത്ത റേ ഏതൊഴി പോവും? ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോവും. പുറകിലേക്ക് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യും. ഇതാ ഇവിടെ നമുക്ക് ഇമേജ് കിട്ടും. വെർച്വൽ മാഗ്നിഫൈഡ്. ഉത്തരം കിട്ടി. 3 മാർക്ക് അവിടെ കിട്ടി. ഓക്കെ. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം ആൻഡ് ഷോ ഹൗ ദ ഇമേജ് ഈസ് ഫോംഡ്. ഹിയർ ഐ എം ഈസ് ദ റിയൽ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഐ എം എന്ന് പറയുന്നത് റിയൽ ഇമേജ് ആണ്. ഐ എം എന്ന് പറയുന്നത് എന്താണ്? റിയൽ ഇമേജ് ആണ്. അപ്പോൾ നിങ്ങളെ തെറ്റിക്കാനായിട്ടാണ് ഇവിടെ ഇങ്ങനെ മുകളിലോട്ട് തന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഇങ്ങനെ മുകളിലോട്ട് ഇമേജുകളൊന്നും നമുക്ക് എന്തില്ല, കിട്ടത്തില്ല. നോക്കി, കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം ആൻഡ് ഷോ ഹൗ ദ ഇമേജ് ഈസ് ഫോംഡ്. ഐ എം ഈസ് ദ റിയൽ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇതൊരു ഒബ്ജക്റ്റിൻ്റെ റിയൽ ഇമേജ് ആണ്. ഇനി ഇങ്ങനെ തന്നാൽ നമുക്ക് ഇങ്ങനെയും കംപ്ലീറ്റ് ചെയ്യാം. നോക്കി, ഐ എം എന്ന് പറഞ്ഞാൽ റിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിയൽ ഇമേജ് ഉണ്ടാകുന്ന എപ്പോഴും എങ്ങനെയാണ്?
റിയൽ ഇമേജ് എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റിയൽ ഇമേജ് ഉണ്ടാകുന്നത് റേസ് ആക്ച്വലി മീറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കേസ് പഠിച്ചിട്ടില്ല. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം വെച്ചാൽ മതി. 2F ഒപ്റ്റിക് സെൻറ്റർ ഇതാ ഇവിടെ 2F ഇവിടെ 2F കഴിഞ്ഞിട്ടാണ് ഇമേജ് ഉണ്ടാകും. 2F കഴിഞ്ഞ് ഇമേജ് ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബിയോണ്ട് 2F ആണ് ഇമേജ് ഉണ്ടായത്. ഇമേജ് ഉണ്ടായത് എവിടെയാണ്? ബിയോണ്ട് 2F. ബിയോണ്ട് 2F ഇമേജ് ഉണ്ടാവണമെങ്കിൽ ഒബ്ജക്റ്റ് ഇരിക്കേണ്ട എവിടെയായിരിക്കണം? 2Fലാണോ? അല്ല, ബിറ്റ്വീൻ 2F ആൻഡ് F. ബിറ്റ്വീൻ 2F ആൻഡ് F. അപ്പോൾ ഇവിടെ തലകുത്തനെ ഇങ്ങനെ വരച്ച് തന്നിട്ടുണ്ട് അവർ. എന്നിട്ട് പറയുന്നുണ്ട് റിയൽ ആയതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റിന് ഇങ്ങനെ തല തിരിച്ച് വരയ്ക്കാം. ഒബ്ജക്റ്റിനെ ഇടതുവശത്ത് വരയ്ക്കണമെന്നേ ഉള്ളൂ, തലകുത്തനെ വരച്ചുകൂടാ എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചിട്ട് റേ ഡയഗ്രത്തിന് ഇങ്ങനെ കൊണ്ടുപോകാം. എന്നിട്ട് ഇത് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു എന്ന് കാണിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ ഓക്കെ അടുത്ത ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ റേ പോകുന്നതായിട്ട് കാണിക്കാം. എന്നിട്ട് ആ റേസ് ഇങ്ങനെ കുറച്ചുകൂടി നമ്മൾ കറക്റ്റ് അറേഞ്ച് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ നമുക്ക് ഇമേജ് കിട്ടും. ഇങ്ങനെ വരച്ചു വെച്ചാലും ശരിയാണ്, ഇങ്ങനെ വരച്ചു വെച്ചാൽ ശരിയാണ്. ഇത് തന്നെയായിരിക്കും ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തിരിച്ച് ഇവിടെ Fഉം ഇവിടെ 2F മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒബ്ജക്റ്റ് വരച്ചിട്ട് ഇവിടെ വരച്ച് കാണിച്ചാലും മാർക്ക് കിട്ടും. കറക്റ്റ് ഇപ്പം തന്നിരിക്കുന്ന രീതി വെച്ചിട്ട് ഇതാണ് ശരി. ഓക്കെ, എന്നാലും വരയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് വരയ്ക്കുന്നതിൽ കൺഫ്യൂഷൻ വേണ്ട. ഇത് ഈ ഐഡിയ ഉണ്ടായാൽ മതി. ബിയോണ്ട് 2F ഇമേജ് കിട്ടണമെങ്കിൽ ബിറ്റ്വീൻ 2F ആൻഡ് F ആയിരിക്കണം ഒബ്ജക്റ്റ് ഇരിക്കേണ്ടത്. റേ ഡയഗ്രം വരച്ച് പഠിച്ചൊരു കുട്ടിക്ക് അത് സുഖമായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാമല്ലോ. കംപ്ലീറ്റ് ദ റേ ഡയഗ്രം ആൻഡ് ഷോ ഹൗ ദ ഇമേജ് ഇസ് ഫോംഡ്. ഹിയർ OB ഈസ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ OB എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ നേരെ പോകുന്നു, അത് പുറകിലേക്ക് പോകുന്നു. അതിങ്ങനെ പുറകിലോട്ട് പോകത്തില്ല, ഇത് ഇങ്ങനെ പുറകിലോട്ട് പോകുന്നു. ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോകുന്നു. ഇവിടെ ഇമേജ് കിട്ടും, മാർക്ക്. ഓക്കെ, അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. 13ാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ ചോദ്യമാണ്. നമുക്ക് കുറച്ച് നോക്കി ചെയ്യാനുണ്ട്. നോക്കാം. An object of height 6 cm is kept 60 cm away from a lens. Give an image on a screen kept at 40 cm away from the lens. Calculate the height of the image obtained if the object is 40 cm away from the same lens. വായിക്കുമ്പോൾ തന്നെ കുറച്ച് കിളികളൊക്കെ തലയിൽ നിന്ന് പറന്നു പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പാടുള്ള ചോദ്യമാണ്, എങ്കിലും നമുക്കിത് ഒരു അറ്റത്തൊന്ന് വായിച്ച് ചെയ്യാം. തന്നിട്ടുള്ളത് ആദ്യം ഒന്ന് എടുത്ത് എഴുതാൻ ശ്രമിച്ചേ. An object of height 6 cm. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6 cm ആണെന്ന് നിങ്ങൾക്ക് എടുത്ത് എഴുതാം. പക്ഷേ സൈൻ കൺവെൻഷൻ ഉപയോഗിക്കണം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒബ്ജക്റ്റിൻ്റെ ഉയരം അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കുമെന്ന് നമുക്കറിയാം അല്ലേ? കാരണം ഇടതുവശത്ത് മുകളിലോട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ പോസിറ്റീവ്. കെപ്റ്റ് 60 cm അവേ ഫ്രം എ ലെൻസ്. അപ്പോൾ ലെൻസിൽ നിന്ന് 60 cm അവേ ആണ് ഒബ്ജക്റ്റ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ U ആണ് തന്നിട്ടുള്ളത്. U എപ്പോഴും മൈനസ് ആണ്, -60 cm. ഗീവ് ആൻ ഇമേജ് ഓൺ എ സ്ക്രീൻ. അപ്പോൾ ഇമേജ് കിട്ടിയിട്ടുണ്ട്. അത് എന്ത് ഇമേജ് ആണ്? സ്ക്രീനിൽ കിട്ടിയ ഇമേജ് ആണ്. അപ്പോൾ അത് റിയൽ ഇമേജ് ആണ്. അപ്പോൾ റിയൽ ഇമേജ് ആകുമ്പോൾ B പോസിറ്റീവ് ആയിരിക്കും. എത്രയാണ്? 40 cm. അത്രയും കിട്ടി. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ ഇപ്പം തന്നെ ഇത് വെച്ചിട്ട് ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കാനായിട്ട് ചാടി പുറപ്പെടും. പക്ഷെ അങ്ങനെയല്ല ചോദിച്ചിട്ടുള്ളത്. ചോദ്യം മൊത്തം വായിക്കണം. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഒബ്റ്റൈൻഡ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് 40 cm അവേ. അതായത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെയല്ല, 60-ലല്ല. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 40 cm ഇരിക്കുമ്പോൾ, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 40 cm ഇരിക്കുമ്പോൾ, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന 40 cm ഇരിക്കുമ്പോൾ ലെൻസിൽ നിന്ന് അപ്പോൾ ഒരു ഇമേജ് ഉണ്ടാകും. ആ ഇമേജിൻ്റെ കേസാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഞാനൊന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം. ആദ്യത്തെ പറഞ്ഞ കേസിൽ ലെൻസ് ഇതാണ്, കോൺവെക്സ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം, കാരണം റിയൽ ഇമേജ് കിട്ടിയതുകൊണ്ട്. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എത്ര ദൂരത്തിലാണ്? 60 cm ദൂരത്തിലാണ്. അപ്പോൾ നമുക്കൊരു ഇമേജ് കിട്ടി. എത്ര ദൂരത്തിൽ? 40 cm ദൂരത്തിൽ. ഈ ഒബ്ജക്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത് 6 cm. അടുത്ത് അതേ 6 cm ഒബ്ജക്റ്റ് ഉള്ള ഹൈറ്റുള്ള ഒബ്ജക്റ്റ് നമ്മൾ ഇപ്പോൾ വെച്ചേക്കുന്നത് എവിടെയാണ്? 60-ലാണോ? അല്ല, 40-ലാണ്. ഇതേ 6 cm ഉയരമുള്ള ഒബ്ജക്റ്റ് 40-ൽ വയ്ക്കുമ്പോൾ അവിടെ ഒരു ഇമേജ് കിട്ടുമല്ലോ. ആ ഇമേജ് എവിടെ നമുക്ക് അറിയില്ല. ആ കിട്ടിയ ഇമേജിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. ഈസി ആണോ ഇത്? അല്ല, ഇത് കുറച്ച് പാടാം. അപ്പോൾ എങ്ങനെ ചെയ്യും? നമുക്കറിയാം ഈ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരമാണ് U. ഇത് മാറുന്നതിനനുസരിച്ച് ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് മാറും. കാരണം ബിയോണ്ട് 2F കിട്ടിയപ്പോൾ അല്ലെ അറ്റ് 2F ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ എന്താണ് ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് മാറും. അപ്പോൾ നമുക്ക് മാറാത്ത ഒരു സാധനമേ ഉള്ളൂ. എന്താണ്? ഈ ലെൻസിന് മാറാത്ത സാധനം അതിൻ്റെ ഫോക്കൽ ലെങ്താണ്. ലെൻസിനെ സംബന്ധിച്ചിടത്തോളം മാറാത്ത സാധനം എന്താണ്? അതിൻ്റെ ഫോക്കൽ ലെങ്താണ്.
അപ്പോൾ ഈ ആദ്യം തന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫോക്കൽ ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ പറയുന്ന ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം. ഇവിടുന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? യു വി ബൈ യു മൈനസ് വി വേണമെങ്കിൽ കൊടുക്കാമല്ലോ അല്ലേ? യു വി ബൈ നമുക്ക് എന്ത് കൊടുക്കാം? യു മൈനസ് വി എന്ന് പറയുന്ന ഫോർമുല ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ 1/f ഇട്ട് ചെയ്താലും ഇത് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നേരെ പോയത്. യു എത്ര? -60 ഇൻറ്റു 40 ബൈ -60 മൈനസ് പ്ലസ് 40. സോ ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 2 4 0 0 പക്ഷെ മൈനസ് ഉണ്ട് ബൈ മൈനസ് 60 40 കൂടെ 100 0 0 വെട്ടിപ്പോയി. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് -24 അല്ല +24 താഴെയും മുകളിൽ മൈനസ് ഉണ്ടല്ലോ +24 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? +24 സെൻറ്റിമീറ്റർ നമുക്കിവിടെ ഫോക്കൽ ലെങ്ത് കിട്ടും. അപ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്ത് കിട്ടി. ഇനി രണ്ടാമത്തെ കേസിലോട്ട് പോവാം. യു നമുക്കറിയാം, ലെൻസിൽ മാറ്റം ഇല്ലാത്തതുകൊണ്ട് ഫോക്കൽ ലെങ്ത് ഇവിടെ എത്ര തന്നെ ആയിരിക്കും? +24 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് യു എഫ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് വി കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത് വി ആണ്. അപ്പം -1/u അപ്പുറത്ത് വരും. അപ്പോൾ 1/f -1/u അല്ലേ? ഇത്രയല്ലേ അപ്പുറത്ത് പോകേണ്ടത്? ഇത്രയാണല്ലേ അപ്പുറത്ത് പോകേണ്ടത്? അപ്പോൾ -1/u അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? അത് +1/u ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/v ആണോ? ആണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കി ഒന്ന് തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ 1/v ഈസ് ഈക്വൽ ടു 1/f പ്ലസ് 1/u. ഇനി നിങ്ങൾ വാല്യൂസ് കൊടുത്ത് നോക്കിയേ. ഇടതുവശത്ത് 1/v എഴുതാൻ മറക്കരുത്. അത് പിന്നെ ആവശ്യമുണ്ട്. 1/f എത്രയാണ്? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ഇത് ഇങ്ങോട്ട് ക്രോസ്, ഇത് ഇങ്ങോട്ട് ക്രോസ്. അപ്പോൾ u പ്ലസ് എഫ് ബൈ എഫ് ഇൻറ്റു യു എന്ന് വരും. എഫ് ഇൻറ്റു യു എന്ന് വരും. എങ്കിൽ നമുക്കിവിടെ 1/v ഈസ് ഈക്വൽ ടു യു എത്രയാണ് ഇവിടെ? -40 പ്ലസ് എഫ് എത്രയാണ്? 24 ബൈ എഫ് എത്രയാണ്? 24 ഇൻറ്റു യു എത്രയാണ്? -40. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 1/v കണ്ടുപിടിക്കാമല്ലോ. -40 പ്ലസ് 24 അല്ല, -40 പ്ലസ് 24, അതായത് 40യിൽ നിന്ന് 24 കുറച്ചാൽ മതി. അവിടെ മൈനസ് എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ 40യിൽ നിന്ന് 24 കുറയ്ക്കാം. 40 മൈനസ് 24 ഇവിടെ 1 വരും. അപ്പോൾ 10 10 4 കുറച്ച് 6, പിന്നെ ഇവിടെ 3 3 2 വെച്ച് 16. അപ്പോൾ -16 കാരണം 40 അല്ലേ വരുത്. അടുത്ത് 24 ഇൻറ്റു 40 24 ഇൻറ്റു 40 അല്ലേ? 0 0 16 ശിഷ്ട 1 8 1 9. അപ്പോൾ എത്ര? 9 6 0 960 എന്ന് കിട്ടും. അപ്പോൾ -960 അത് 1/v അല്ലേ? -16/970. അതിൽ നിന്ന് v എന്ന് വെച്ചാൽ എന്തായിരിക്കും? -960 ബൈ -16. അപ്പോൾ -960 ബൈ -16 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് v എന്ന് വെച്ചാൽ 60 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ v എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 എന്ന് കിട്ടും. ഓക്കെ, 60 പ്ലസ് ആണ് 60 സെൻറ്റിമീറ്റർ. കാരണം മുകളിലും താഴെ മൈനസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ മൈനസ് വെട്ടിപ്പോവും. നമുക്ക് 960 ബൈ 16 60 എന്ന് കിട്ടും. 60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് v കിട്ടി. എത്ര കിട്ടി? v നമുക്ക് 60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. പക്ഷെ നമ്മുടെ ഉത്തരവായോ? ഇല്ല. നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം ഹൈറ്റ് ഓഫ് ദ ഇമേജ്, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, യു വി ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് മാഗ്നിഫിക്കേഷനിലാണ്. മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു എന്താണ്? v/u, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഫോമിൽ എഴുതാം ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു v/u. അപ്പോൾ v u അറിയാണ്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനെ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ v എത്രയാണ് ഇവിടെ? 60 ബൈ u എത്രയാണ്? -40 അല്ലേ? -40 അല്ലേ? അതെ, -40. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 6/4 കിട്ടും. അതായത് നമുക്ക് എത്രയാണ്? 3/2 -3/2 എന്ന് കിട്ടും. -3/2 എന്ന് കിട്ടും. അപ്പോൾ -3/2 ആണ് എന്തിന് ഈക്വൽ? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിന് ഈക്വൽ. അപ്പോൾ നമുക്ക് എഴുതി കൂടെ -3/2 ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമുക്കറിയില്ല ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അത് തന്നിട്ടുണ്ട്, മാറത്തില്ല. എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൽ നിന്നും ഹൈറ്റ് ഓഫ് ദ ഇമേജ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ 6 സെൻറ്റിമീറ്റർ ക്രോസ് ചെയ്യും. അപ്പോൾ 6 ഇൻറ്റു
-3/2 എന്ന് വരും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇസ് ഈക്വൽ ടു 3 9 -9 സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമുക്ക് എത്ര വരും? -9 സെൻറ്റിമീറ്റർ എന്ന് വരും. അത്യാവശ്യം വലിയൊരു ചോദ്യമാണ്. മാർക്ക് എത്രയെന്ന് നോക്കട്ടെ. 3 മാർക്കിനാണ് അത് ചോദിച്ചിട്ടുള്ളത്. സോ ടഫ് ഒരു ചോദ്യമായിരുന്നു. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. 13 എയും ബിയും ഒന്നുമില്ല, ഒറ്റ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ടഫ് ചോദ്യങ്ങളും വരാം. അപ്പോൾ ചെയ്യുന്ന രീതി ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇതുപോലത്തെ കുറേ ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. നമുക്ക് ഇനിയും ഉണ്ട്. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ഫോളോയിങ് ലെൻസസ് ആർ ഗിവൺ ടു യു. സെലക്ട് ദ സ്യൂട്ടബിൾ ലെൻസ് ഫോർ ദ ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ് ടു കൺസ്ട്രക്ട് എ ടെലസ്കോപ്പ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ ടെലസ്കോപ്പാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ടെലസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് വലുതും ഐ പീസ് ചെറുതും. ഒബ്ജക്റ്റീവ് വലുതും ഐ പീസ് ചെറുതുമായിരിക്കും. കാരണം ടെലസ്കോപ്പ് ഞാൻ പറഞ്ഞു കോഡ് എന്താണ്? ആ വലിയ ഒബ്ജക്റ്റിനെ കാണാൻ. അപ്പോൾ ഒബ്ജക്റ്റ് വലുത്, അപ്പോൾ ഒബ്ജക്റ്റീവ് വലുത്, അപ്പോൾ ഫോക്കൽ ലെങ്ത് കൂടുതൽ. രണ്ടും കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ കോൺകേവ് എന്നുള്ള ഓപ്ഷനെ നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്യാം. 100 സെൻറ്റിമീറ്റർ ആണോ 10 സെൻറ്റിമീറ്റർ ആണോ എന്നതിൽ മാത്രമേ നമുക്കിവിടെ സംശയം വരുന്നുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റീവ് വലുതെന്ന് പറയുമ്പോൾ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള എന്താണ്? കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഐ പീസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള എന്താണ്? കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഇതാണ് കാര്യം. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഹിയർ ഫോർ എ ടെലസ്കോപ്പ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഹാസ് എ ഹയർ ഫോക്കൽ ലെങ്ത് ആൻഡ് ദ ഐ പീസ് ഹാസ് എ ലോവർ ഫോക്കൽ ലെങ്ത്. എഴുതി വെച്ചാൽ മതി, മാർക്ക് തരും. അടുത്ത് 6B. എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മാഗ്നിഫൈസസ് ദ ഒബ്ജക്റ്റ്. ആയിക്കോട്ടെ. വെയർ മസ്റ്റ് ആൻ ഒബ്ജക്റ്റ് ബി പ്ലേസ്ഡ് വിത്ത് റെഫറൻസ് ടു ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസുമായി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓക്കെ, ഒബ്ജക്റ്റിനെ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം. ഓക്കെ, നമ്മൾ ലൈൻ വരച്ചു. ചെറിയ ഒബ്ജക്റ്റിനെ കാണാനാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് ചെറുതാണ്. നമുക്കറിയാം ഇവിടെ ഫോക്കസ്, ഇവിടെ 2F, ഇവിടെ ഫോക്കസ്, ഇവിടെ 2F. നമുക്ക് ഇവിടെയാണ് എന്തിരിക്കുന്നത്? നമ്മുടെ ഐ പീസ് ഇരിക്കുന്നത്. ഐ പീസിൻ്റെ ഫോക്കസിനകത്ത് ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടേണ്ടത്. ഈ ഇമേജ് എന്ന് വെച്ചാൽ 2F കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 2F കഴിഞ്ഞ് ഇമേജ് കിട്ടണമെങ്കിൽ എവിടെ ആയിരിക്കണം ഒബ്ജക്റ്റിന് വയ്ക്കേണ്ടത്? ബിറ്റ്വീൻ 2F ആൻഡ് F. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ബിറ്റ്വീൻ F ആൻഡ് 2F. ബിറ്റ്വീൻ F ആൻഡ് 2F ആണ് ഉത്തരം. കാരണം Fനും 2Fനും ഇടയിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചാൽ മാത്രമേ നമുക്ക് ഇമേജ് ബിയോണ്ട് 2F കിട്ടുള്ളൂ. ബിയോണ്ട് 2F ഇമേജ് കിട്ടിയാലേ അത് ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്തിൻ്റെ അകത്ത് വരുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്കൊരു മാഗ്നിഫൈഡ് ഇമേജ് ഇവിടെ കിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. വൈ ഷുഡ് ദ ഒബ്ജക്റ്റ് നോട്ട് ബി പ്ലേസ്ഡ് അറ്റ് എനി അതർ പൊസിഷൻ? ബിക്കോസ് ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എനി അതർ പൊസിഷൻ വി വിൽ നോട്ട് ഗെറ്റ് എ മാഗ്നിഫൈഡ് ഇമേജ്. 2Fൽ വെച്ചാൽ സെയിം സൈസ് ഇമേജേ കിട്ടുള്ളൂ. ബിയോണ്ട് 2F വെച്ചാൽ ഡിമിനിഷ്ഡ് ഇമേജേ കിട്ടുള്ളൂ. എന്നാൽ Fൽ വയ്ക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഇമേജ് കിട്ടുന്നത് ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ ഇമേജ് കിട്ടണം, ഈ ഇമേജ് കിട്ടണം, അത് എൻലാർജ്ഡ് ആയിരിക്കണം, എന്നാൽ ഇൻഫിനിറ്റിയിലാവരുത്. എൻലാർജ്ഡും അല്ല ഇൻഫിനിറ്റിയിലും അല്ലെങ്കിൽ കിട്ടേണ്ട ഏക പൊസിഷൻ ബിറ്റ്വീൻ 2F ആൻഡ് F ആണ്. കാരണം 2Fൽ വെച്ചാൽ കിട്ടുന്നത് സെയിം സൈസാണ്. അതുകൊണ്ട് കാര്യമില്ല, വലുത് കിട്ടണം. അപ്പോൾ വലുത് കിട്ടണം, എന്നാൽ അകത്തും കിട്ടണമെങ്കിൽ 2Fനും Fനും ഇടയിൽ വെച്ചേ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത്. ഓക്കെ, 13ാമത്തെ ചോദ്യം. ആൻ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ് പ്രൊഡ്യൂസസ് ആൻ ഇറക്റ്റ് ഇമേജ്. അപ്പോൾ തന്നെ അത് വെർച്വൽ ഇമേജ് ആണെന്നുള്ളത് ഓർത്തോളം. മാഗ്നിഫിക്കേഷൻ ഈസ് 1/2. മാഗ്നിഫിക്കേഷൻ ചെറുതാണ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് കമ്പയർഡ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്? നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2. മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ചോദിച്ച ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 2 എന്ന് വെച്ചാൽ ഡബിൾ. ഓക്കെ, ഡ്രോ ദ ഇമേജ് ഫോർമേഷൻ ഇൻ ദിസ് കേസ്. നിങ്ങൾ എങ്ങനെ വരയ്ക്കുക ഇമേജ് ഫോർമേഷൻ? 2 മാർക്കിന്. ഇവിടെ ഇമേജ് ഫോർമേഷൻ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? വെർച്വൽ ഇമേജ് ആണ്, അത് ഡിമിനിഷ്ഡ് ആണ്. മാഗ്നിഫിക്കേഷൻ 1/2 എന്ന് വെച്ചാൽ 0.5 എന്നല്ലേ, 1 താഴെയല്ലേ. അപ്പോൾ അത് ഡിമിനിഷ്ഡ് ആണെന്നുള്ളത് ഓർക്കാൻ പറ്റുമല്ലോ. എങ്ങനെ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞു വന്നു. മാഗ്നിഫിക്കേഷൻ >1 = 1 <1. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു വെർച്വൽ, അതുപോലെ തന്നെ എന്താണ്, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. അപ്പോൾ വെർച്വൽ ഇമേജ് 2 എണ്ണേ ഉള്ളൂ. വെർച്വൽ ഇറക്റ്റും വെർച്വൽ ഡിമിനിഷ്ഡും. വെർച്വൽ ഇറക്റ്റ് ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ്, വെർച്വൽ ഡിമിനിഷ്ഡ് ആണെങ്കിൽ അത് കോൺകേവ് ലെൻസ്. അപ്പോൾ ഒരു കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ വരച്ചാൽ അവിടെ മാർക്ക് കിട്ടും. പക്ഷെ അതിലോട്ട് എത്തുന്ന കാര്യത്തിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇപ്പോൾ നിങ്ങൾക്കത് കത്തി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ?
അടുത്ത ചോദ്യത്തിലോട്ട് പോകാമല്ലോ. ആറാമത്തെ ചോദ്യം. ഇൻ എ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ടു ബൈ സ്പെക്ടക്കിൾസ് -4D is indicated. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ടു ബി യൂസ്ഡ് ഇൻ ദ സ്പെക്ടക്കിൾസ്? ഇതിൽ ഏത് തരം ലെൻസാണ് ഉപയോഗിക്കേണ്ടത്? പവർ എന്ന് പറയുന്നത് -4D ആണ്. മൈനസ് ആണെങ്കിൽ അത് എന്താണ്? അത് കോൺകേവ് ലെൻസ് ആണ്. സോ നമ്മളോട് ഉപയോഗിക്കേണ്ട ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ്. കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. നമുക്കറിയാം P is equal to 1/f. അങ്ങനെയാണെങ്കിൽ F is equal to 1/p. അതായത് ഫോക്കൽ ലെങ്ത് is equal to 1/4. 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും? 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0.25. അപ്പോൾ -0.25 മീറ്റർ അല്ലെങ്കിൽ 25 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, 1/4 എന്ന് 0.25 അല്ലേ? 100/4 ചെയ്താൽ മതി. ഓക്കെ, കിട്ടും. ഓക്കെ, 100/400. സോറി, ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, അടുത്ത് ബി പാർട്ട് ചോദ്യം. ദ പവർ ഓഫ് എ ലെൻസ് ഈസ് റിലേറ്റഡ് ടു ദ എബിലിറ്റി ടു കൺവേർജ് ഓർ ഡൈവേർജ് ലൈറ്റ് റേസ് ഇൻസിഡന്റ് ഓൺ ഇറ്റ്. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 50 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് 50 സെൻറ്റിമീറ്റർ. കോൺകേവ് ലെൻസ് ആണ്, അപ്പോൾ ഫോക്കസ് മൈനസ്. സോ പവർ ഈസ് ഈക്വൽ ടു 1/f. പക്ഷേ ഇവിടെ എഫ് എടുക്കേണ്ടത് മീറ്ററിലാണ്. സോ 50 സെൻറ്റിമീറ്റർ നമുക്ക് മീറ്ററിലോട്ട് മാറ്റണം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 0.5 മീറ്റർ എന്ന് കിട്ടും. അതറിയാമല്ലോ. സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആലോചിച്ച് നോക്കി, 100 സെൻറ്റിമീറ്റർ ചേരുമ്പോഴല്ലേ 1 മീറ്റർ ആവുന്നത്? ആലോചിച്ച് നോക്കി. തുണിക്കടയിരിക്കുന്ന സ്കെയില് മീറ്റർ സ്കെയിൽ. ആ മീറ്റർ സ്കെയിൽ ഏതാണ്ട് ഇത്രയും വലിപ്പമുണ്ട്. നമ്മുടെ കയ്യിരിക്കുന്ന സ്കെയിൽ സെൻറ്റിമീറ്റർ സ്കെയിൽ. അപ്പോൾ ആലോചിച്ച് നോക്കി, അങ്ങനെ സെൻറ്റിമീറ്റർ സ്കെയിൽ 100 ആവുമ്പോൾ 1 മീറ്റർ. അങ്ങനെ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്ത് വെച്ച്. അപ്പോൾ ഫോക്കസ് സെൻറ്റിമീറ്റർ. അതിന് മീറ്ററിലോട്ടാക്കാൻ എത്ര അപ്പോൾ ഡിവൈഡ് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/0.5 എന്ന് വരും. ഇപ്പോൾ 1/0.5 ചെയ്യാൻ മുകളിൽ താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 10/5 എന്ന് വരും. 10/5 എന്ന് വെച്ചാൽ നമുക്കറിയാം 2D -2D ഡയോപ്റ്ററാണ് നമ്മുടെ ഉത്തരവെന്ന് പറയും. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. A candle flame is placed near a lens. A magnified erect image could be viewed through the lens. മാഗ്നിഫൈഡ് ആണ്, അത് ഇറക്റ്റ് ആണ്. അപ്പോൾ ഇറക്റ്റ് എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അത് വെർച്വൽ ആണ്. അപ്പം മാഗ്നിഫൈഡ് വെർച്വൽ. അപ്പോൾ മാഗ്നിഫൈഡ് വെർച്വൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കോൺവെക്സിൽ ബിറ്റ്വീൻ F ആൻഡ് O ഇരിക്കുന്ന കേസ് ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കും അത് കിട്ടിയില്ലേ? കിട്ടിയെങ്കിൽ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചു. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി പഠിക്കുന്നതായിരിക്കും നല്ലത്. ഈസ് ദ ഇമേജ് റിയൽ ഓർ വെർച്വൽ? നിസ്സാരം അല്ലേ? ഇമേജ് റിയൽ ഓർ വെർച്വൽ എങ്ങനെ മനസ്സിലായി? ഇറക്റ്റ് ഇമേജസ് ആർ ഓൾവേസ് വെർച്വൽ ഇമേജ്. ഇറക്റ്റ് ഇമേജസ് ആർ ഓൾവേസ് വെർച്വൽ ഇമേജ്. അടുത്ത്, ക്യാൻ ദ സെയിം ലെൻസ് ബി യൂസ്ഡ് ടു ഫോം എൻ ഇമേജ് ഹാവിങ് ഈക്വൽ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്? അപ്പോൾ വെർച്വൽ ഇമേജ് ഉണ്ടാക്കി ഈ ലെൻസ്, പക്ഷെ നിങ്ങൾക്കറിയാം ഈ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണെന്ന്. ഈ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഒബ്ജക്റ്റിൻ്റെ ഈക്വൽ സൈസുള്ള ഒരു ഇമേജിനെ ഉണ്ടാക്കാൻ പറ്റുമോ? പ്രൂവ് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അറിയാം സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് വരുന്ന 2F ആണ്. അപ്പോൾ 2Fൽ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഒരു റേ ഡയഗ്രം നിങ്ങൾ അങ്ങോട്ട് വരച്ച് അങ്ങോട്ട് കൊടുക്കും. വരച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൂടെ 2Fൽ ഇമേജ് കിട്ടും. നിങ്ങൾക്കൂടെ 2 മാർക്കും കിട്ടും. സെറ്റല്ലേ? സെറ്റ്. അടുത്ത ചോദ്യം, 3ാമത്തെ ചോദ്യം. ഒരു ലെൻസ് ആണെന്ന് തോന്നുന്നു, ഒബ്ജക്റ്റ് ഉണ്ട്, നേരെ പോകുന്നു. വാട്ട് ടൈപ്പ് ഓഫ് എ ലെൻസ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പിക്ചർ? ഡൈവേർജിങ് ലെൻസ് ആണ്. ഡൈവേർജിങ് എന്ന് വെച്ചാൽ കോൺകേവ് ആണ് ഉത്തരം. ഓക്കെ, അടുത്ത 4ാമത്തെ ചോദ്യം. എ കോൺവെക്സ് ലെൻസ് ഫോംസ് എ റിയൽ ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ്. റിയൽ ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ്. ഒബ്ജക്റ്റ് എവിടെയെന്ന് പറയടാ? റിയൽ ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ് ബിറ്റ്വീൻ 2F ആൻഡ് F based on the statement given below. ഓക്കെ, എ കോൺവെക്സ് ലെൻസ് എന്ത് ഫോം ചെയ്യും? റിയലും ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് കണ്ടുപിടിക്കണം. എ കോൺവെക്സ് ലെൻസ് ഈസ് എ ഡൈവേർജിങ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ഡൈവേർജിങ് ആണോ അല്ല കൺവേർജിങ് ആണ് അല്ലേ? അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നമുക്ക് വരത്തില്ല. അടുത്ത്, ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ലെൻസ്. ഫോക്കസിന് ലെൻസിന് ഇടയിലാണ് ഒബ്ജക്റ്റ് വെച്ചാലും കിട്ടത്തില്ല. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് 2F. അതെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇമേജ് കിട്ടും. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഫോക്കസ്. അപ്പോൾ എന്താണ് നമുക്ക് ഉത്തരം എന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഫോക്കസ്. അറ്റ് ദ ഫോക്കസ് വെച്ചാലും നമുക്ക് റിയലും ഇൻവേർട്ടഡും മാഗ്നിഫൈഡും കിട്ടൂലേ? ശ്രദ്ധിച്ചോളെ, ഇൻഫിനിറ്റിയിലാണെങ്കിലും കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് വെച്ചാൽ 3, 4 ഇവിടെ ശരിയാണ്. ഓക്കെ, കാരണം 3 ഓൺലി എന്നൊരു ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 3, 4 എന്നുള്ളവിടെ എത്താൻ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. പക്ഷേ ഇവിടെ 3 ഓൺലി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 3 ഓൺലിയിൽ ചിലപ്പോൾ എന്ത് ചെയ്തേനെ? ചെക്ക് ചെയ്തേനെ അല്ലെങ്കിൽ എഴുതിയേനെ. അതില്ല. ഓക്കെ, അടുത്ത 5ാമത്തെ ചോദ്യം.
ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് പ്ലസ് 20 സെൻറ്റിമീറ്റർ. വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ദിസ്? പ്ലസ് ആണ്, അപ്പോൾ നിങ്ങൾ എഴുതുക അത് കോൺവെക്സ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ലെൻസ്? പവർ ഈസ് ഈക്വൽ ടു 1/f, ബട്ട് എഫ് ഈസ് ഇൻ മീറ്റർ. സോ ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പ്ലസ് 20 സെൻറ്റിമീറ്റർ. അതിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.02 മീറ്റർ അല്ലേ, 0.02 മീറ്റർ നമുക്കിവിടെ കിട്ടും അല്ലേ. 100 കൊണ്ടല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്ത്? 0.2 അല്ലല്ലോ, 0.2 അല്ലേ വരുള്ളൂ, 2 സ്ഥാനം ഉണ്ടല്ലോ. അപ്പോൾ 0.2 മീറ്റർ. അപ്പോൾ 1/0.2 പ്ലസ് ഉണ്ടല്ലോ, പ്ലസ് 0.2. സോ പവർ ഈസ് ഈക്വൽ ടു 10/2. 10/2 എന്ന് പറയുമ്പോൾ 5 ഡയോപ്റ്റർ എന്ന് കിട്ടും. സൈൻ ഇടാൻ മറക്കണ്ട. പ്ലസ് 5 ഡയോപ്റ്റർ ആണ് നമ്മളിവിടുത്തെ ഉത്തരവെന്ന് പറയും. അടുത്ത ചോദ്യം 5B ആണ്. 5B ചോദിച്ചിട്ടുള്ളത് എന്താണ്? എ ലെൻസ് ഫോംസ് ആൻ ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് എൻ ഒബ്ജക്റ്റ്. ഒരു ലെൻസ് ഇറക്റ്റും മാഗ്നിഫൈഡുമായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാകും. അപ്പോൾ ഇറക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് വെർച്വലാണ്. വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇനി പറയും അത് കോൺകേവ് ആണെന്ന് പറയും. പറയത്തില്ലേ? കോൺകേവ് ആണെന്ന് പറയും. സോറി, ഇറക്റ്റ് മാഗ്നിഫൈഡും ആണ്. അപ്പോൾ കോൺകേവ് അല്ല, കോൺവെക്സ് ആണെന്ന് പറയും. കോൺവെക്സ് കേട്ടോ, കോൺവെക്സ് ആണെന്ന് പറയും. കാരണം ഇറക്റ്റും ഡിമിനിഷ്ഡും ആണെങ്കിൽ കോൺകേവ്, ഇത് ഇറക്റ്റ് മാഗ്നിഫൈഡും ആണ്. അപ്പോൾ കോൺവെക്സ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ്? ഇറക്റ്റ്, മാഗ്നിഫൈഡ്, വെർച്വൽ. അത് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്, സിമ്പിൾ. 11ാമത്തെ ചോദ്യം. An object is placed at 2f of a convex lens. Okay. Draw the ray diagram. അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അറ്റ് 2f ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ ഇമേജ് ഉണ്ടാവുന്നതും 2f. അത് റിയൽ ആയിരിക്കും, അത് ഇൻവേർട്ടഡ് ആയിരിക്കും, ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ് ആയിരിക്കും. ഓക്കെ. അടുത്ത് 11B. ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ക്യാമറ ലെൻസ്. ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ക്യാമറ ലെൻസ് ഈസ് 10 സെൻറ്റിമീറ്റർ. ക്യാമറ ലെൻസ് എന്ന് പറയുമ്പോൾ കോൺവെക്സ് ആയിരിക്കും. വി ഹാവ് ടു ടേക്ക് ദ ഫോട്ടോഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് 50 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റിൻ്റെ ദൂരം തന്നിട്ടുണ്ട്. With the help of a ray diagram, draw and find out the distance from the lens should the film be placed. അപ്പോൾ നിങ്ങൾ ഒരു റേ ഡയഗ്രം വരച്ച് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ലെൻസ് വരയ്ക്കണം. ഫോക്കൽ ലെങ്ത് 10 ആണ്. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ 10 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. ഓക്കെ. അപ്പോൾ 1 സെൻറ്റിമീറ്ററേ വരത്തുള്ളൂ. വേണമെങ്കിൽ 10 കൊണ്ട് വേണ്ട 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 10 ആകുമ്പോൾ എത്രയാണ്? 2 സെൻറ്റിമീറ്റർ മാറി ഇവിടെ ഫോക്കസ് മാർക്ക് ചെയ്യണം. ഫോക്കസ്. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എത്രയാണ്? 10/5 ആകുമ്പോൾ 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ മാറ്റി നിങ്ങളുടെ ഒബ്ജക്റ്റ് വരയ്ക്കും. 10 സെൻറ്റിമീറ്റർ സ്കെയിലിൽ വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നണം അല്ലേ. എന്നിട്ട് നിങ്ങൾ നോർമലി ഇവിടെയും 2 സെൻറ്റിമീറ്റർ വന്നിട്ട് ഫോക്കസ് വരയ്ക്കുക, ഇവിടെ 2 സെൻറ്റിമീറ്റർ 2f വരയ്ക്കുക. എന്നിട്ട് നിങ്ങളിങ്ങനെ വരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ നിങ്ങൾക്ക് ഒരു ഇമേജ് കിട്ടും. ഓക്കെ, ഇമേജ് കിട്ടും. ആ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് 12.5 സെൻറ്റിമീറ്ററിന് അടുത്തുള്ള ഏതെങ്കിലും വാല്യൂ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഫോർമുല വെച്ച് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ശരി. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യമാണ്. 14ാമത്തെ ചോദ്യം പറയുന്നത് എന്താണ്? ഇൻ ദ ഫിഗർ എ ബി ഈസ് ആൻ ഒബ്ജക്ട്. എ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. പ്ലേസ്ഡ് ഇൻ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ ലെൻസ്. ഇതൊരു ലെൻസ് ആണ്. ഇമേജ് ഫോംഡ് ബൈ ദ ലെൻസ് ഈസ് ഇറക്റ്റ്, ഡിമിനിഷ്ഡ്, വെർച്വൽ. ആ ഫോം ചെയ്ത ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറക്റ്റ് ആണ്. ഇറക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ അത് വെർച്വൽ ആണ്, അത് ഡിമിനിഷ്ഡ് ആണ്. അപ്പോൾ വെർച്വൽ ഡിമിനിഷ്ഡ് ആണെങ്കിൽ അത് എന്തായിരിക്കും? അതൊരു കോൺകേവ് ലെൻസ് ആയിരിക്കും. നിങ്ങൾ വരയ്ക്കാൻ പറ്റത്തില്ലേ അല്ലേ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അപ്പോൾ നിങ്ങൾക്ക് പറ്റത്തില്ലേ? നമ്മൾ ഇത് കുറേ ക്വസ്റ്റ്യൻ ചെയ്താലേ. അപ്പോൾ കോൺവെക്സ് ആണ് ഉത്തരം. ഓക്കെ, കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കിട്ടും. അടുത്ത്, യു ക്യാൻ സീ ഒബ്ജക്റ്റ് മാഗ്നിഫൈഡ് യൂസിങ് എ മാഗ്നിഫൈങ് ലെൻസ്. റൈറ്റ്, യെസ്. വെയർ ഷുഡ് ആൻ ഒബ്ജക്റ്റ് ബി പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ് യൂസിങ് എ മാഗ്നിഫയർ ടു സീ ആൻ എൻലാർജ്ഡ് ഇറക്റ്റ് ഇമേജ്. എൻലാർജ്ഡും ഇറക്റ്റും. ഇറക്റ്റ് എന്ന് പറയുമ്പോൾ വെർച്വൽ എന്ന് പറയുമ്പോൾ ഫോക്കസിനും ഒബ്ജക്റ്റിനും ഇടയിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഉത്തരം കിട്ടും. ഇതങ്ങോട്ട് വരച്ച് വെച്ചാൽ ഇതിൻ്റെ ബാക്കി ഇമേജ് ഫോർമേഷൻ അങ്ങോട്ട് വരച്ച് വെച്ചാൽ നിങ്ങൾക്കവിടെ ഒബ്ജക്റ്റ് ഉത്തരം കിട്ടും. കാരണം മാഗ്നിഫൈങ് ഗ്ലാസ്സിൽ നമുക്ക് എന്താ കിട്ടുന്നത്? തലകുത്തനുള്ള ഇമേജ് ആണോ നിങ്ങൾ മാഗ്നിഫൈ നോക്കുമ്പോൾ കിട്ടുന്നതല്ല, നേരെ ഉള്ളത്. അപ്പോൾ ഫോക്കസിനും ഒബ്ജക്റ്റിനും ഇടയിലായിട്ടായിരിക്കണം, ഒബ്ജക്ട് സെൻറ്ററിന് ഇടയിലായിരിക്കണം നിങ്ങൾ വയ്ക്കേണ്ടത്. ഓക്കെ, അത് 15ാമത്തെ ചോദ്യം. An object OB is placed between the focus and focus of a convex lens. Height of the object എന്ന് പറയുന്നത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 9 സെൻറ്റിമീറ്റർ ആയിരിക്കണം. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക. Can you project the image on a screen? Justify your answer എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട് എത്രയാണ്? +3 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദ ഇമേജ് വന്നിട്ടുണ്ട് എത്രയാണ്? 9 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമുക്ക് ഏതാണെന്ന് അറിയില്ല. വന്നിട്ടുണ്ടോ?
ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 3 സെൻറ്റിമീറ്റർ, അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഫോംഡ് ഈസ് 9 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? മാഗ്നിഫിക്കേഷൻ ആണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു എന്താണ്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, അതായത് 9/3 ആണ്. അപ്പോൾ 9/3 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പോൾ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ്? ഇവിടെ ഈ സൈൻ ഒന്നും നിങ്ങൾ അറിഞ്ഞുകൂടെങ്കിൽ വേണ്ട, 3 ആണ്. 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് എൻലാർജ്ഡ് ആണ്. കാരണം മാഗ്നിഫിക്കേഷൻ ഒന്നിനേക്കാളും വലുതാണെങ്കിൽ എൻലാർജ്ഡ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊന്നും വേണ്ട, ആലോചിച്ച് നോക്കണം. ഫോക്കസിനും ഒബ്ജക്റ്റിനും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് കിട്ടുന്ന ഇവിടെ ആയിരിക്കൂലേ? ആ ഇമേജ് വെർച്വൽ അല്ലേ, അപ്പോൾ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുമോ? നോ, ഇറ്റ് കനോട്ട് ബി പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ. ഓക്കെ, അതാണ് എൻ്റെ ഉത്തരവെന്ന് പറയുന്നു. ഓക്കെ, നമുക്കിനി എത്ര ചോദ്യം ഉണ്ട്? 3, 4 ചോദ്യം കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. ഓക്കെ, നോക്കിയേ. The figure shows the formation of an image of an object placed beyond 2f. Beyond 2f നമ്മൾ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത്. ഇത് 2f. Honest lens. How far from the lens is the image formed? ഈ ഇമേജ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹൈറ്റ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, -18 സെൻറ്റിമീറ്റർ ആണോ അല്ലേ? ആണ്. അടുത്ത് നമുക്ക് ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, എത്രയാണ്? +6 സെൻറ്റിമീറ്റർ. ഇവിടുത്തെ 6 കണ്ടിട്ട് ദയവ് ഇത് നെഗറ്റീവ് അടിക്കരുത്, ഇത് കോൺവെക്സ് ആണ്, അപ്പോൾ എപ്പോഴും അത് പോസിറ്റീവ് ആയിരിക്കും. ഫോക്കസ് എന്ന് വെച്ചാൽ +6. കണ്ടുപിടിക്കാനുള്ളത് വി ആണ്. വി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല എന്തായിരിക്കും? വി കണ്ടുപിടിക്കേണ്ട ഫോർമുല 1/f ഈസ് ഈക്വൽ ടു 1/v - 1/u. വി ആണ് കണ്ടുപിടിക്കേണ്ടത്. -1/u ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും? 1/f -1/u ഇപ്പുറത്ത് വരുമ്പോൾ +1/u ഇസ് ഈക്വൽ ടു 1/v ആണ്. തിരിച്ചെഴുതും നമ്മൾ. 1/v ഇസ് ഈക്വൽ ടു 1/f + 1/u എന്ന് കിട്ടും. അതിൽ നിന്നും 1/v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത് എഴുതും എങ്ങനെയാണ്? u + f/f ഇൻറ്റു u. ദാറ്റ് ഈസ് 1/v ഇസ് ഈക്വൽ ടു u എത്രയാണ് ഇവിടെ? -18 പ്ലസ് f എത്രയാണ്? 6/6 ഇൻറ്റു -18. സോ 1/v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 8 2 12/18 ഇൻറ്റു 6 അല്ലേ? 8 4 ബാലൻസ് 6 108/108. അപ്പോൾ നമുക്കിവിടെ 1/v എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1/v എന്ന് പറയുമ്പോൾ മൈനസ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, വിട്ടു പോകരുത്. അപ്പോൾ v എന്ന് വെച്ചാൽ എത്രയായിരിക്കും? -108/-12. സോ നമുക്കിവിടെ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? അത് 9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. മൈനസും പറ്റിപ്പോവും, 9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നാമത്തിൻ്റെ ഉത്തരം കിട്ടി. അടുത്ത ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ? The figure shows the object beyond 2f. തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഒബ്ജക്റ്റും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു v/u. ദാറ്റ് ഈസ് ഈക്വൽ ടു v എത്ര? 9/u എത്ര? -18. സോ മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 1/2 എന്ന് കിട്ടും. എത്രയായിട്ട് നമുക്ക്? 1/2 എന്ന് കിട്ടും മാഗ്നിഫിക്കേഷൻ. -1/2. അപ്പോൾ ഈ -1/2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നമുക്ക് തന്നിട്ടില്ലേ? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഓക്കെ, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ? The figure shows the formation of an image of an object placed beyond 2f. അടക്കണം. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമുക്ക് ഒബ്ജക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇവിടെ തന്നിട്ടുണ്ട്, ഞാനത് ശ്രദ്ധിച്ചില്ല. ഇതാണ് ശ്രദ്ധിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇസ് ഈക്വൽ ടു -2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് മാഗ്നിഫിക്കേഷൻ. അതിവിടെ എത്രയാണ്? -1/2 ആണ്. അപ്പോൾ അതിൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അത് -2 ആണ്. അപ്പോൾ -2 ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു -1/2. റെസിപ്രോക്കൽ എടുക്കാം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ബൈ -2 ഇസ് ഈക്വൽ ടു -2/1. ഇതിന് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ -2 ഇങ്ങോട്ട് പോകും. -2 ഇൻറ്റു -2/1. ദാറ്റ് ഇസ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. മൈനസ് വെട്ടി പോകും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ രണ്ടിൻ്റെ ഉത്തരം കിട്ടി. കുറച്ച് ചെയ്യാനുണ്ട്. സോ
പ്രാക്ടീസ്. വേറെ ഒരു വഴി നമുക്കിവിടെ ഇല്ല. അടുത്ത ചോദ്യം നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഹാസ് പോസിറ്റീവ് പവർ പോസിറ്റീവ് ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ്. അത് സംശയം. അടുത്ത an object is placed 20 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? 20 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ കോൺകേവ് ആയിക്കോട്ടെ കോൺവെക്സ് ആയിക്കോട്ടെ, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഇടതുവശത്തായിരിക്കും, അത് മൈനസ് ആയിരിക്കും. അപ്പോൾ യു എന്ന് വെച്ചാൽ -20 സെൻറ്റിമീറ്റർ. ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ വി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ എന്ത് ലെൻസടാ? കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് എപ്പോഴും എന്തേ ഉണ്ടാക്കുള്ളൂ? വെർച്വൽ ഇമേജ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇവിടെ മൈനസ് കൊടുക്കുക, നിങ്ങൾ വിട്ടുകൊടുത്താൽ അവിടെ തെറ്റും. അപ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു UV by അതേ വേണ്ട നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലേ? എപ്പോഴും നമ്മൾ ഫോർമുല ഉപയോഗിക്കേണ്ട 1/f is equal to 1/v minus 1/u. ദാറ്റ് ഈസ് 1/f is equal to u ഇങ്ങോട്ട് പോകും. അപ്പോൾ u പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് v അങ്ങോട്ട് പോകും, v by v into u by v into u. ദാറ്റ് ഈസ് 1/f is equal to u എത്രയാടാ? -20 minus -10 by -10 into -20. That is 1/f is equal to minus, ഈ മൈനസ് പ്ലസ് ആവും അല്ലേ? അപ്പോൾ -20 + 10 by 20 into 10 200. രണ്ടിടത്ത് മൈനസ് ഉള്ളതുകൊണ്ട് പ്ലസ് ആവും അത്. സോ 1/f is equal to 20 10 കുറച്ചാൽ 10, -10/200. സോ ഫോക്കൽ ലെങ്ത് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? തിരിച്ചെഴുതണം, 200/-10. സോ ഫോക്കൽ ലെങ്ത് is equal to 0 വെട്ടുന്നു -20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ ഫോക്കൽ ലെങ്ത് നമുക്ക് എത്ര കിട്ടും? -20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അത്രയല്ലേ ഉള്ളൂ കണ്ടുപിടിക്കാനായിട്ട്. സോ കിട്ടുന്നു, നമുക്കവിടെ ഉത്തരവായി. അടുത്ത് ബി. തീർന്നു തോന്നണല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയും ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, എ കോൺകേവ് ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 15 സെൻറ്റിമീറ്റർ. കോൺകേവ് ആണ്. കോൺകേവ് എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. -15 സെൻറ്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത്. ആൻഡ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 25 സെൻറ്റിമീറ്റർ. ഏത് ലെൻസ് ആയാലും ഒബ്ജക്റ്റ് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് -25 സെൻറ്റിമീറ്റർ. ആൻഡ് ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 സെൻറ്റിമീറ്റർ. ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 സെൻറ്റിമീറ്റർ. കോൺകേവ് ആണ്, അപ്പോൾ ഇമേജ് എപ്പോഴും എത്തുന്നതായിരിക്കും മൈനസ് ആയിരിക്കും, -10 സെൻറ്റിമീറ്റർ. ബി. ഫൈൻഡ് ദ മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു v/u. ദാറ്റ് ഈസ് ഈക്വൽ ടു -10/-25. -10/-25 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? മാഗ്നിഫിക്കേഷൻ 0.25 അല്ല, 0.25 വരത്തില്ല. നമുക്ക് നോക്കാം. മുകളിൽ താഴെ ഒരു 10 മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ 100/250. 250 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 0.4 അല്ലേ? അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.4 വരും. മൈനസ് ആണോ പ്ലസ് ആണോ? പ്ലസ് 0.4 ആണ്. സോ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.4 എന്ന് വരും. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ ചോദ്യം, അതായത് ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലംസ് ചിലതൊക്കെ ഈ ചോദ്യം ഇതൊക്കെ ഇച്ചിരി പാടാണ്. പക്ഷേ ഇത് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന രീതി ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട്, അപ്പോൾ ഒന്ന് നിങ്ങളും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് എന്തുകൊണ്ട് പോസിറ്റീവ് വന്നു നെഗറ്റീവ് എന്നുള്ള ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് കേട്ട് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഈ ചാപ്റ്റർ സെറ്റാണ്. സത്യം പറയാം, അത്ര പാടാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് പാടാണ്. പക്ഷേ വിത്ത് പ്രാക്ടീസ് നമുക്കത് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ട് മാർക്ക് വാങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് നിങ്ങളുടെ വാട്സാപ്പ് നമ്പറൊക്കെ ഇവിടെ ഉണ്ട്, ഒന്ന് വിളിച്ച് പറയുക, സാറേ അത് വന്നു, ഞാൻ നന്നായിട്ട് എഴുതി എന്നുള്ളത് അറിയിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും A+ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.